സ്നേഹവാനായിരിക്കുന്നതുമേ സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയോട് അടുത്ത് വരുവാൻ, കർത്താവിനെ ആത്മാവിലും ആരാധിപ്പാൻ, തിരുവചനങ്ങളെ കേൾപ്പാൻ തക്കവണ്ണം അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്ന കർത്താവെ, അടിയങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനായ ദൈവോടുന്നായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രികാലം അടിയങ്ങളുടെ ഹൃദയങ്ങളെ അറിഞ്ഞടിയങ്ങളോട് സംസാരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, ആരാധന എല്ലാം ഹല്ലേലൂയ കർത്താവെ, അടിയങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ആയി തീരുവാൻ സ്വർഗ്ഗം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെയും അതുപോലെ സഹോദരി സഹോദരന്മാരെയും കുടുംബമായി സമർപ്പിക്കുന്ന കർത്താവെ, അല്ലെങ്കിൽ അവിടുന്ന് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കുക, എന്നാ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടൻ ഛേദിക്കപ്പെടുന്നത് നീ കാണുമെന്ന് തിരുവചനമായിരിക്കാതെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ വാഴ്ത്തുന്നു. കർത്താവെ, ഇന്ന് ഹല്ലേലൂയ സകല ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന്, രോഗദുഃഖാദികളിൽ നിന്ന് വിടുവിക്കണമേ. അല്ലെ വേദനകളിൽ നിന്ന് ഹല്ലേലൂയ കണ്ണുനീരിൽ നിന്നൊക്കെയും വിടുവിക്കുന്നവനായ ഒരു ദൈവം എന്നടി ഞങ്ങൾ അറിയുന്ന കർത്താവെ, ഹല്ലേലൂയ ഒരു അനർത്ഥവും ഭവിക്കാതെ ഹല്ലേലൂയ അടിയങ്ങളെ അവിടുത്തെ കൂടാരത്തിൽ അവിടുന്ന് ഹല്ലേലൂയ താങ്ങി ഒളിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഇന്നത്തെ ഹല്ലേലൂയ തിരുവചനം ഘോഷിക്കുന്ന ദൈവദാസനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ആത്മാവിൽ നിറഞ്ഞ് ദൈവവചനത്തെ ഘോഷിപ്പാൻ തക്കവണ്ണം അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ശക്തിയോടെ അഭിഷേകത്തോടെ ഹല്ലേലൂയ ദൂതുകളെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം. ആദിയോടെന്തോ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ ദൈവീക ദൂതുകളെ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജോൺസൺ ഭക്തായി കുടുംബത്തിനായി സ്തുതിക്കുന്ന കർത്താവെ, അവർ ഈ ദേശത്തിന്റെ വിളക്കായി ശോഭിപ്പാൻ തക്കവണ്ണം പിന്നെയും അവരെ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം. അവരുടെ ഹൃദയത്തിലെ ആശയങ്ങളും അഭിലാഷങ്ങളോടൊന്ന് നിറവേറ്റി ഈ ദേശത്ത് പാർത്ത് വിശ്വസ്തയായിരിക്കാൻ എന്റെ സ്വർഗ്ഗം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം അവിടുത്തെ തിരുസന്നിധാനത്തിലായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ യാചിക്കുന്നു. ദേവോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. താങ്ക് യു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിമിഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിജോസ്നമോൾ നമ്മുടെ മറ്റുള്ളവർ ചേർന്ന് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും, നിൻ ജീവനിൻ പേർക്കായി തന്നതിനാ, നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും, നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും, നിൻ ജീവനിൻ പേർക്കായി തന്നതിനാ, നീ എൻ്റെ സർവ്വവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുരമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുരമാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുരമാ, നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ ദൈവം, നീ മാത്രമാണ് സങ്കേതം, നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു, നിൻ നാമം വാഴ്ത്തി പാടിയിടും. നിരക്ഷകൻ, നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ, നീ മാത്രമാണ് സങ്കേതവും, നീ മാത്രമാണ് സങ്കേതവും, നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നേ,
നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു. നിൻ നാമം വാഴ്ത്തി പാടിയിടുന്നു. നിൻ നാമം വാഴ്ത്തി പാടിയിടുന്നു. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ. യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ. യേശു ക്രിസ്തു മാധുരമാ. നീ എന്റെ വൈദ്യനും, നീ എന്റെ സൗഖ്യവും, നീ എന്റെ ശക്തിയും, നീ എന്റെ ശക്തിയും യേശുവേ. ക്രൂശിൽ നിന്റെ അടിപ്പിണരാ സൗഖ്യമാകി, നിന്നടിപ്പിണരാ സൗഖ്യമേകി. നിന്റെ വൈദ്യനും, നീ എന്റെ വൈദ്യനും, നിന്റെ സൗഖ്യം, നീ എന്റെ സൗഖ്യവും, നിന്റെ ശക്തിയും നീ എന്റെ ശക്തിയും യേശുവേ. ക്രൂശിലെനിക്കാൻ യാഗമായി നിന്നടിപ്പിണരാ സൗഖ്യമേകി. തേനിലും മധുരമാ, തേനിലും യേശു ക്രിസ്തു യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ. യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ. യേശു ക്രിസ്തു മാധുരമാ. നീ എന്റെ കീർത്തിയും, നീ എൻ പുകഴ്ചയും, നീ എന്റെ നന്മയും, നീ എന്റെ യേശുവേ. യേശുവേ. നിൻ പാദസേവ ചെയ്തു, നിൻ പാദസേവ ഞാൻ ചെയ്തിടുവാൻ. എന്റെ ഉള്ളത്തിൽ ആശയവേ, എന്നുള്ളത്തിന്റെ ആശയാമേ. നീ എന്റെ കീർത്തിയും, നീ എന്റെ കീർത്തി, നീ എൻ പുകഴ്ചയും, നീ എന്റെ നന്മയും യേശുവേ. നീ എന്റെ നന്മയും യേശുവേ. നിൻ പാദസേവ ചെയ്തിടുന്നേ, നിൻ പാദസേവ ഞാൻ ചെയ്തിടുവാൻ. എന്നുള്ളത്തിന്റെ ആശയാതെ തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ യേശു ക്രിസ്തു മാധുര്യ. നീ എന്റെ സർവവും, നീ എന്റെ നീ എനിക്കുള്ളവൻ, നീ നീ എന്റെ സർവ്വലാറ്റിലും, നീ എന്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവൻ പേർക്കായി തന്നതിനാ നീ എന്റെ സർവവും എല്ലാറ്റിലും. നീ എന്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവൻ പേർക്കായി തന്നതിനാ നീ എന്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ
യേശു ക്രിസ്തു മാധുര്യവാൻ. Jesus. Oh, taste and see Amen. that the Lord is good. Hallelujah. Hallelujah. യഹോവ നല്ലൊരു ചെറുവീൻ Amen. തന്നെ ശരണമക പുരുഷൻ ഭാഗ്യം. Amen. Praise the Lord. Jesus. Hallelujah. Praise the Lord. Hallelujah. രാത്രി ഈ മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും Praise God. സന്തോഷത്തോടെ Hallelujah. അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന വാക്കാണ് ഹല്ലേലൂയ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. ഹല്ലേലൂയ. ഈ വലിയ ദൈവത്തെ രുചിച്ചറിയുവാൻ, സ്നേഹിക്കുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതൊരു ഭാഗ്യമാണ്. ഇന്ന് ഈ രാത്രിയിൽ ജീവനോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ ദൈവകൃപയുടെ ആയിരിക്കും. അതിന് പിന്നിലുള്ള രഹസ്യം കർത്താവ് നമുക്ക് ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാം രുചിച്ചറിഞ്ഞത് യേശു ഇന്നും നമുക്ക് ജീവിക്കുന്നു. അത് നമ്മുടെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ഒരാളുടെ രണ്ടുപേരല്ല, അതേ ഹല്ലേലൂയ, ലോകം മുഴുവൻ സാക്ഷ്യമത നമ്മുടെ കർത്താവ് ഇന്നും നമുക്ക് ജീവിക്കുന്നു. Praise the Lord. മറ്റു മഹാന്മാരെല്ലാം മരിച്ച് മൺമറഞ്ഞു പോയപ്പോൾ അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഭക്തന്മാർക്കറിയാം അത് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ തന്റെ മക്കൾക്കായി മധ്യസ്ഥളിക്കുന്ന ആ യേശു ദൈവപുത്രനുള്ള വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് രാത്രി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ 277 ദിവസം കൂടി ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും വേഗമുള്ള കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദിവസം ആയിരിക്കാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് സാക്ഷികളായി തീരുവാനൊക്കെ ദൈവം ഭാഗ്യം നൽകിയല്ലോ. ഓരോ ദിവസവും പുതിയ പുതിയ ശബ്ദം ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ മുറിക്കുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന, പ്രത്യാശയെ കൊണ്ട് പുതുക്കുന്ന, ഹല്ലേലൂയ നിത്യത്തിലേക്ക് അടുപ്പിക്കുന്ന ഓരോ ദൈവിക ശബ്ദങ്ങളും നാം ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ അത് ആ വാഞ്ചോടെ രാത്രി ആയിരിക്കും. കർത്താവേ, അടിയനോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. അതേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ശമൂവേൽ ശൗലോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടത് നീ അല്പം നിൽക്ക എന്ന ഹല്ലേലൂയ വാക്കിന് മുൻപിൽ ഇന്ന് രാത്രി നമ്മുടെ ഹല്ലേലൂയ കണ്ണുകളെ ഹല്ലേലൂയ ഉയർത്താം, നമ്മുടെ കാതുകളെ തുറക്കാം. ഹല്ലേലൂയ. ശ്രദ്ധയോടെ രാത്രികാലമായിരിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രി ദൈവം സൂക്ഷിക്കാൻ പ്രിയ പാസ്റ്റർ ഹല്ലേലൂയ ലൂയിസ് അവർക്കായി ദൈവം സ്തുതിക്കും. നമ്മുടെ ക്ഷണപ്രകാരം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഹൈദരാബാദിലാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു അനുഗ്രഹിക്കുക ശുശ്രൂഷ ചെയ്യുന്ന കർത്താസന പ്രിയ പാസ്റ്റർ ലൂയിസ്. ഹല്ലേലൂയ. പാസ്റ്റർ ബ്ലസൻ ജോൺ ആണ് പ്രിയ പാസ്റ്റർ ലൂയിസിനെ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തത്. ബ്ലസൻ പാസ്റ്റർ നന്ദി ഞാൻ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ, വളരെ ആത്മഭാരത്തോടെ ആത്മാക്കളെ നേടുന്ന ലക്ഷ്യത്തോടു കൂടി ഓടുന്ന എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വില്ലേജുകളായിരുന്നു. അവിടെ നിന്നാണ് നമ്മോടൊപ്പം തിരികെ റൂമിൽ വന്ന് നമ്മുടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. വളരെ അനുഭവ സമ്പത്തുള്ള കർത്താവിന്റെ വിശ്വസ്തയോടെ അതെ ഓടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകനും ഒരു നല്ല അധ്യാപകനും ഒരു നല്ല പാസ്റ്ററുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മുടെ ആയിരിക്കുന്നത് വളരെ അനുഗ്രഹകാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ പ്രിയ പാസ്റ്റർ ലൂയിസ് അവരെ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. 10 നിമിഷങ്ങൾ സമയം വേറിച്ചുകൊണ്ട് ഹല്ലേലൂയ ഞാൻ വാക്കുകളെ പ്രേരിപ്പിക്കുന്നു. പ്രിയ പാസ്റ്റർ ലൂയിസ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാസ്റ്റർ ഓളി അല്പം വേണം. കേൾക്കോ പാസ്റ്റർ? അല്പം കൂടെ ഓളി ഇങ്ങനെ. ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം മീറ്റിംഗിന്റെ 777 ദിവസം നിങ്ങളോടൊപ്പം പങ്കുചേരപ്പെടുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സാവകാശം ഒരുക്കി തന്നതോർത്ത് ഞാൻ സകല മഹത്വവും നാഥന്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. എനിക്ക് ഇതിന്റെ മുഖാന്തരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ ബ്ലസന്റെ കെയർഓഫിലാണ് പാസ്റ്റർ ജോൺസൺ ബോംബെയുമായി ബന്ധപ്പെടുവാൻ പാസ്റ്ററെ ഇങ്ങോട്ട് വിളിക്കുവാൻ ഇടയായി. ആ സന്ദർഭങ്ങളിൽ ഞങ്ങൾ വില്ലേജിലായിരുന്നു. ഈ ആഴ്ചകളിൽ ഞങ്ങൾ പോകേണ്ടതായിരുന്നു. ഇങ്ങനൊരു മീറ്റിംഗും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത് മാറ്റിവെച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഇടയായത്. ഈ കർത്താവിന്റെ പാസ്റ്റർ ജോൺസൺ പാസ്റ്ററിന് കുടുംബത്തിന് എൻ്റെ പ്രത്യേകം ഇന്ന് രാത്രിയിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ ഈ സൂം മീറ്റിംഗിൽ പങ്കുചേർന്ന സകല പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു. തുടർമാനമുള്ള ഒരു മീറ്റിങ്ങിനോടൊപ്പമാണ് നിങ്ങളും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. തുടർമാനമുള്ള മീറ്റിംഗ് ആണെന്ന് പാസ്റ്റർ കേൾക്കപ്പെടുവാൻ ഇടയായി. വളരെ ആഗ്രഹത്തോടും വളരെ പ്രതീക്ഷകളോടും
777 ദിവസങ്ങളാകുമ്പോൾ 777 ദിവസങ്ങളിലും പാസ്റ്റർമാരുടെ മെസ്സേജ് കേട്ട് നിങ്ങളായിരിക്കുന്നു. ഇനി എന്താ മെസ്സേജ് പറയണ്ടേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാസംഗികരായി മാറിയെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ദൈവത്തിനെ കേൾക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തമായി ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിനെ കേൾക്കപ്പെടുന്നുള്ള യാഥാർത്ഥ്യത്തെ ഈ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. പ്രത്യേകം എന്നെ ഒന്നും ചെറിയ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ വേദവചന ശുശ്രൂഷ ഭാഗങ്ങളിലേക്ക് ഈ രാത്രികാലം നിങ്ങളുടെ ശ്രദ്ധകളെ അകമഴിഞ്ഞ് ഞാൻ ക്ഷണിക്കുന്നു. എൻ്റെ പേര് ലൂയിസ് കെ ജോർജ്. എൻ്റെ വൈഫിന്റെ പേര് സുനി ലൂയിസ്. 2 ആൺകുഞ്ഞുങ്ങളാണുള്ളത്. നഥനിയൽ കെ ലൂയിസ്, അവൻ ബികോം സെക്കൻഡ് ഇയർ പഠിക്കുന്നു. മറ്റൊരാള് മോസസ് കെ ലൂയിസ് 8th ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ ഹൈദരാബാദ് ഗോൽഗുണ്ട എന്ന് പറയുന്ന ലങ്കരവസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വസിക്കുന്നു. ഞങ്ങൾക്ക് മലയാളി ചർച്ചുണ്ട്. അതിനുശേഷം അത് IPCയോട് അനുബന്ധിച്ച് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മറ്റ് 10 ചർച്ചുകൾ വില്ലേജിലാണ് ഞങ്ങൾക്കുള്ളത്. തെലുങ്ക് പാസ്റ്റേഴ്സ് ആണ് ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്നത്. കർത്താവിന്റെ കൃപയാൽ ഇങ്ങനെയൊക്കെ ആയിത്തീരപ്പെടുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഇതിനൊന്നും യോഗ്യനല്ല. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ ദയ, അതിനപ്പുറത്ത് എനിക്ക് പറയാനില്ല. ഈ കോവിഡ് വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സൂം മീറ്റിംഗിൽ നിങ്ങളെ കാണുവാനും പരിചയപ്പെടുവാനും ഒരു സാവകാശം ഒരുക്കിയത്. അല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടന്ന നിങ്ങളെ ഒന്നും ഇങ്ങനെയൊന്നും കാണപ്പെടുവാൻ കഴിയത്തില്ല. എല്ലാം നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. എല്ലാത്തിനായി നന്ദി പറയുന്നു. ഇങ്ങനെയൊക്കെ ഇതിന്റെ പുറയിലൊക്കെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്, അത് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിക്കാൾ വളരെ പ്രതീക്ഷയോട് വേണം നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കപ്പെടുവാൻ. അല്ലെങ്കിൽ സ്തോത്രം. ദൈവത്തിന്റെ വചനം സംസാരിക്കപ്പെടുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ ദേഹിയിലും ദേഹത്തിലും ആത്മാവിലും വ്യക്തമായി ദൈവ സാന്നിധ്യം തിരിച്ചറിയപ്പെടുവാനുള്ള ഒരു പ്രാർത്ഥനാ മനോഭാവത്തോട് നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുകയാണെങ്കിൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അസാധാരണമായ രീതിയിൽ ഇടപെടുവാനിടയാകും. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് വേദവചന ശുശ്രൂഷ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഹല്ലേലൂയ പോകപ്പെടുവാനിടയാകണം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രികാലം കർത്താവേ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ കുടുംബം ഇന്ന് രാത്രികാലം ഈ സൂം മീറ്റിംഗിൽ പങ്കുചേർന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പങ്കുചേർന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ദാസിമാർ, കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഇന്ന് രാത്രികാലം അടിയനും ആയിരിക്കപ്പെടുവാൻ തക്കവണ്ണം നാഥ നീ അങ്ങനെ ഒരു സാവകാശം ഒരുക്കിയത് ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ, ഈ വചന ശുശ്രൂഷയ്ക്കകത്ത് അസാധാരണമായി ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും ഏതെല്ലാം വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് കർത്താവ് വേദനയോട് ഇതിനകത്ത് പങ്കാളിത്തം വഹിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും കർത്താവ് സൗഖ്യം നടക്കേണ്ട മേഖലകളിൽ സൗഖ്യം നടക്കപ്പെടുവാനും മുറിവായിരിക്കുന്ന മേഖലകളിൽ കർത്താവ് മുറിവ് കെട്ടി ആശ്വാസം ബലപ്പെടുത്തുമാറാകണമേ എന്ന് ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവം അവിടെ നടയാക്കണം. പൂർണ്ണമായ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രികാലത്ത് വേദവചന ചിന്തയ്ക്കായി അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യവും ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യവും വായിക്കാം. ഒന്നുകൂടെ പറയാം. എഫേഷ്യൻ ചാപ്റ്റർ 1 verse 19 and Galatian chapter 2 verse 7. വായിച്ചാൽ അവന്റെ വിളിയുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശ മഹിമ ഇന്നതെന്നും അവന്റെ ബലത്തിനും വല്ലഭത്വത്തിനും വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 2-ാം അധ്യായം 7-ാം വാക്യം. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരിടയിലെ സുവിശേഷ ഘോഷം എന്ന പോലെ എനിക്ക് അഗ്രകർമ്മക്കാരിടയിലെ സുവിശേഷ ഘോഷം പരമേൽപ്പിച്ചിരിക്കുന്നു. വളരെ ശ്രദ്ധയോടെ അല്പനിമിഷങ്ങൾ നമ്മൾ ദൈവവചനം ചിന്തിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മാവ് ഏതെങ്കിലും മേഖലകളിൽ വ്യക്തിപരമായി തൊട്ടു സംസാരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നിലവാരത്തിൽ ദൈവിക ശുശ്രൂഷ പോകപ്പെടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. എല്ലാം പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമാറാകട്ടെ.
നാം ഒന്നാം വായിച്ചത് വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യത്തിൽ നമ്മൾ ചിന്തിപ്പാൻ ഇടയായത് നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലനായി പത്രോസിലൂടെ വ്യാപരിച്ചവൻ പദങ്ങൾ മറന്നു പോകപ്പെടുവാനിടയാകരുത്. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, ഈ വ്യാപരിച്ചവൻ എന്നൊക്കെ പറയുന്ന ഈ പദത്തിന് ഭയങ്കര അർത്ഥവ്യാപ്തി ഉണ്ടെന്ന് ബോധ്യത്തോട് വേണം ഇന്ന് രാത്രി നിങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരപ്പെടേണ്ടത്. ഇന്ന് രാത്രി ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയുടെ പ്രത്യേകത എന്താണെന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് രാത്രി നിങ്ങളോട് കൈമാറപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഈ ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും കീഴ്പ്പെടുത്തുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ദൈവം അതിന്റെ പുറയിൽ ദൈവത്തിന്റെ വ്യാപാര ശക്തി ശക്തമായി വ്യാപരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയുന്നു, ദൈവം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും കീഴ്പ്പെടുത്തുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും ഒഴിവാക്കപ്പെടുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറയിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചിട്ടുണ്ട്. രാത്രിയിലും ഈ ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്തും ഒരു ക്രിയ ചെയ്യുവാൻ, ഒരു പ്രവൃത്തി ചെയ്യുവാൻ, ഒന്ന് ഒഴിവാക്കുവാൻ, ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ നിൽക്കുന്ന മേഖലകളെ കീഴ്പ്പെടുത്തത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു രീതിയിൽ വ്യാപരിക്കപ്പെടേണ്ടതിനു വേണ്ടി ഇന്ന് രാത്രി ദൈവസന്നിധി പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ ഈ മെസ്സേജ് ഇവിടെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ദൈവശക്തി വ്യാപരിപ്പാനിടയാണ്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് എഫേസിലുള്ള വിശ്വാസികളോടും പൗലോസ് ഗലാത്യയിലുള്ള വിശ്വാസികളോട് പത്രോസിനെ പരിച്ഛേദനക്കാരിടയിൽ അവനെ ഒരു ശുശ്രൂഷകനാക്കി തീർപ്പാൻ വ്യാപരിച്ചവൻ. അതെന്താ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പത്രോസിനിൽ വ്യാപരിച്ചപ്പോൾ പരിച്ഛേദനക്കാർക്കിടയിൽ ഒരു ശുശ്രൂഷകനാക്കി മാറ്റി തീർപ്പാൻ ഇടയായെങ്കിൽ അതേ പരിശുദ്ധാത്മാവ് തന്നെ ജാതികളുടെ ഒരു ശുശ്രൂഷകനാക്കുവാൻ എന്നിൽ വ്യാപരിച്ചു. സ്ത്രീ വ്യാപരിക്കും. ഇതിന്റെ ആരിലാണ് വ്യാപരിക്കുന്നത്? ഞാൻ ഇതിന്റെ ഈ എഫേസ്യ ലേഖനത്തിന്റെ പശ്ചാത്തലം, ഇതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു. എനിക്ക് ചിന്ത ഈ സമയപരിധിക്കുള്ളിൽ ദൈവിക ആലോചനകൾ ശക്തമായി പറയപ്പെടണം. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. അല്ലെങ്കിൽ ഇതിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ നിറച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി നമ്മളെ തിരഞ്ഞെടുത്തത്, നമ്മെ ദത്തെടുത്തത്, നമ്മെ മുന്നേമിച്ചത്, നമ്മെ വീണ്ടെടുത്തത്, നമ്മളെ അവകാശിയാക്കിയിരിക്കുന്നതൊക്കെ പറഞ്ഞ് ശക്തമായി ഇങ്ങോട്ട് പൗലോസ് വന്നിട്ട് അതിന്റെ 15-ാം വാക്യത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയുടെ ആഴങ്ങളാണ് വെളിപ്പെടുത്തുവാൻ ഇടയാകുന്നത്. അതിനിമിത്തം ഞാൻ നിങ്ങൾക്ക് കർത്താവ് യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടു. എന്താ കേട്ടത്? യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള അവരുടെ സ്നേഹത്തെ കുറിച്ച് കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഇടവിടാതെ സ്തോത്രം ചെയ്യുന്നു. അടുത്തൊരു പശ്ചാത്തലത്തിലേക്ക് കയറി വരുമ്പോൾ ഭയങ്കര ആഴമായ ഒരു കാര്യമാണ്. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവും പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിന്. അപ്പോ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ തരണം. അതൊക്കെ നമുക്ക് പറഞ്ഞാൽ പോകാൻ സമയമില്ല, അത് പറയുമ്പോഴാണ്. എന്നിട്ട് പറയാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അടുത്ത വാക്യം പിന്നീട് വിളിയാനുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അടുത്ത ഭാഗത്തേക്ക് വിശുദ്ധന്മാരിൽ
അവന്റെ അവകാശത്തിന്റെ മഹിമാതിന്യം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്താൽ വ്യാപരിക്കുന്ന അവിടെയാണ് വരുന്നതിന്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അറിയുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അറിയുക, നമ്മൾ അറിയേണ്ട രീതിയിൽ അറിയേണ്ട സമയത്ത് അറിയുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നത്. നമ്മൾ അറിയപ്പെടേണ്ടത് ഇവിടെ നമ്മൾ സമയങ്ങൾ ചെലവഴിക്കും. പക്ഷെ അറിയേണ്ട സമയത്ത് അറിയേണ്ട രീതിയിൽ അറിയുവാൻ നമ്മൾ സമയങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ചെയ്യുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ അറിയണം. എന്താ നിങ്ങൾ അറിയുന്നത്? എന്താ അറിയേണ്ടത്? നിങ്ങൾ എന്താ അറിയേണ്ടത്? ഇവിടെ പറയാം, എന്താ അറിയേണ്ടത്? വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണ് അറിയണം. അപ്പോൾ ഈ വ്യാപാര ശക്തിയുടെ പ്രത്യേകത ഒന്ന്, എല്ലാരും വ്യാപരിക്കത്തില്ല. പിന്നെ ആരില്ല വ്യാപരിക്കുന്നത്? വിശ്വസിക്കുന്നവരല്ല വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി വ്യാപരിക്കും. നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ വിചാരങ്ങൾക്കും അതീതമായി വ്യാപരിക്കും. ഒന്ന് വ്യാപരിക്കപ്പെട്ടു കഴിഞ്ഞാൽ വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ. മതി, ഞാൻ ഒരു പദം നമുക്ക് അവിടെ കിട്ടി. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ. അപ്പോൾ ഒന്ന്, വിശ്വസിക്കുന്നവരിലാണ് ഇത് വ്യാപരിക്കുന്നത്. രണ്ട്, എന്താ ഈ ശക്തിയുടെ പ്രത്യേകത എന്തുവാ? സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ത് ചെയ്യുന്നതിനാ? സകലതും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഏത് ദുഷ്ടശക്തി, ഏത് പൈശാചിക മണ്ഡലത്തെ, ഏത് അന്ധകാര വ്യാപാരത്തെ, മനുഷ്യവർഗത്തെ വഴിതെറ്റിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, സമാധാനപ്പെടുത്തുന്ന, പാപപ്രകൃതം നൽകുന്ന മണ്ഡലത്തെയും ഏത് ദുഷ്ടപോരികളെയും ദൈവത്തിന്റെ വ്യാപാര ശക്തി നിങ്ങളിൽ വ്യാപരിക്കപ്പെടുമ്പോൾ അതിനെ കീഴ്പ്പെടുത്താൻ കഴിയും. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിൽ മേൽ വ്യാപരിക്കുന്ന ശക്തി കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയാണ്. അതിന് ഉദാഹരണം ബൈബിളിൽ തെളിവുണ്ടോ? വളരെ തെളിവുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാൽ മതി. നാം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരുമ്പോൾ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നു, ഒരു മനുഷ്യൻ വളരെ വർഷങ്ങളായി ഗദര വ്യാപാരത്താൽ അല്ലെ ലെഗിയോന്റെ വ്യാപാരത്താൽ കീഴ്പ്പെട്ടവനായിരുന്നു. ആർക്കും അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ലായിരുന്നു. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് വളരെ ശക്തമായി തിരിച്ചറിയാം, അവന്റെ വാസം എവിടായിരുന്നു? സെമിത്തേരിയിലായിരുന്നു. ആർക്കും അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. ആർക്കും അവനെ ഒതുക്കാൻ കഴിയത്തില്ലായിരുന്നു. അപ്പോ മറ്റൊന്നിന് അവൻ കീഴ്പ്പെട്ടിരിക്കുന്നവനായിരുന്നു. ഈ കീഴ്പ്പെട്ടിരിക്കുന്ന മനുഷ്യനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യേശു നമുക്ക് അക്കരെ പോകാമെന്ന് പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കപ്പെടണം. ഇനി വചനത്തിന്റെ വെളിപ്പാടിലേക്ക് പ്രവേശിക്കുക. ഇത് യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അറിയത്തില്ലായിരുന്നു. യേശുവിന്റെ കൂടെ നടന്ന പുരുഷന്മാർക്ക് അറിയത്തില്ലായിരുന്നു. അത് 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ യേശു ചില വർഷങ്ങളായി ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവന് സ്വയമായി അവന്റെ കാര്യങ്ങൾ ചെയ്യപ്പെടുവാൻ അല്ലെങ്കിൽ അവന്റെ ഭവനത്തിൽ പോയി സ്വസ്ഥതയോടായിരിക്കപ്പെടുവാൻ കഴിയാതെ 6000 ഭൂതം അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആർക്കും അവനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന ശക്തി എന്തുവാ? സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ. ശ്രദ്ധിച്ച് കേൾക്കപ്പെടണം. ഇന്ന് രാത്രി ചിലത് പൊട്ടി മാറും.
ഇന്ന് രാത്രിയിൽ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയുടെ നിലവാരം മാറും. അടുത്ത ഒരു ഇല്ലത്തിലേക്ക് നിങ്ങൾ ആത്മാവ് കയറപ്പെടും. 100%. അപ്പോൾ യേശുവിൽ വ്യാപരിക്കുന്ന ശക്തി എന്താ? സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി. അത് പിതാവായ ദൈവത്തിൽ വ്യാപരിച്ചു, അത് യേശുവിൽ വ്യാപരിക്കപ്പെടുവാനിടയാണ്. അത് ശിഷ്യന്മാർക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത് ഇവിടെ നിന്ന് അക്കരയിലേക്ക് പോകണം. നോക്കി, നമ്മൾ മനസ്സിലാക്കണം, ഈ കീഴ്പ്പെടുത്തുന്ന വ്യാപാര ശക്തിയുടെ എവിടെങ്കിലും ശാസിക്കുകയല്ല, ശാസിക്കേണ്ടിടത്ത് ശാസിക്കണം. ഈ ഓളം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഓളം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഓളം എങ്ങനാ? ചുമ്മാ ഓളം ഉണ്ടാവുമോ? ഓളം ഉണ്ടാകണേ കാറ്റടിക്കണം. കാറ്റടിക്കണ അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാകും. അപ്പോൾ യേശു യാത്ര ചെയ്തപ്പോൾ ആ പടകിൽ എന്ത് ചെയ്തു? കാറ്റടിച്ചു. കാറ്റടിച്ചപ്പോൾ എന്താണ്? തിര പൊങ്ങി. ശ്രദ്ധിച്ചു കേൾക്കപ്പെടണേ. ആദ്യം യേശു ഏതിനോട് അടങ്ങാൻ പറഞ്ഞത്? ഏതിനെയാ ശാസിച്ചത്? കടലിനെയാണോ കാറ്റിനെയാണോ? കാറ്റിനെ. എന്തുകൊണ്ട് കാറ്റിനെ ശാന്തമാകുക എന്ന് പറയാനിടയായി? കാറ്റ് അടിച്ചത് കൊണ്ടാണ് തിര പൊങ്ങിയത്. കാറ്റടിച്ചില്ലായിരുന്നുവെങ്കിൽ കടൽ ശാന്തമായിരുന്നു. അപ്പോൾ ശാന്തതയായി കിടന്ന കടലിനെ ഇളക്കി തരാൻ കാറ്റിന്റെ പുറകിൽ എന്ത് പ്രവർത്തിച്ചു? ഒരു ദുരാത്മാവ് പ്രവർത്തിച്ചു. യേശുവിന്റെ നാമത്തിൽ നാം എവിടെയെങ്കിലും ശാസിക്കുകയല്ല, ശാസിക്കേണ്ടതിന് ശാസിക്കണം. നോക്കിക്കേ, യേശു ഇത് പറഞ്ഞു, എഴുന്നേറ്റ് കാറ്റ് ശാന്തമാക്കുക, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക. അപ്പോൾ കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. അപ്പൊ കാറ്റിനോട് ശാന്തമാകുക, അമരുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തുണ്ടായി? കാറ്റ് അടങ്ങിയപ്പോൾ, അമർന്നപ്പോൾ കടലിൽ നിന്ന് വന്നായി ശാന്തതയുണ്ടായി. അപ്പോൾ അത് നിങ്ങൾ മനപ്പോ ഇങ്ങനെ പറഞ്ഞു വരും, നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നറിയണം. ഇതിന്റെ തെളിവെന്താ? 5-8 വാക്യം, അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. എപ്പം കൽപ്പിച്ചു? നിങ്ങൾ മനസ്സിലാക്കണം. യേശു അക്കരെ എത്താതിരിപ്പാൻ ഈ കാറ്റിന്റെ പുറയിൽ പ്രവർത്തിച്ച വ്യാപാരത്തെയാണ് യേശു ശാസിച്ചത്. തെളിവെന്തോടെ? ഇനി തെളിവ് പറയാം. യേശു പത്രോസിനെയാണോ ശാസിച്ചത്? പത്രോസിന്റെ പുറയിൽ പറഞ്ഞ സാത്താനെയാണോ ശാസിച്ചത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എല്ലാ ദൈവമക്കളും എല്ലാ പ്രിയപ്പെട്ടവരും അല്ലാത്തവരും എല്ലാം നല്ലവരാണ്. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം, നമ്മൾ അവരെ ഇവരെല്ലാം കുറ്റം പറയും, ഇവരിങ്ങനെയല്ലോ അവരെ അല്ലെങ്കിൽ കുറ്റം പറയുവാൻ അവരുടെ പുറകിൽ ഒരു സ്പിരിറ്റ് പ്രവർത്തിച്ചു. ഈ സ്പിരിറ്റിനെ തല്ലണം. ഈ സ്പിരിറ്റിനോട് പറയണം, വിട്ടുമാറിപ്പോ. നമ്മള് അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു. നിങ്ങള് ഈ പത്രോസൊക്കെ ഭയങ്കര പരിപാടി, യേശുവിനെ മാറ്റി നിർത്തി ശാസിച്ചെന്നൊക്കെ വായിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇവൻ ആരായിരുന്നു? ഇച്ചിരി മുമ്പ് ഇവൻ ആരായിരുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ അടുത്ത പാരഗ്രാഫിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ യേശു ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. എന്താണ് യേശു പറയുന്നു? യെരൂശലേമിൽ മൂപ്പന്മാർ, മഹാപുരോഹിതർ, ശാസ്ത്രിമാർ എന്നിവര് പലരും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുക വേണ്ടെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. തനിക്ക് വരാനിരിക്കുന്ന കാര്യാധികളെ കുറിച്ച് യേശു പറഞ്ഞപ്പോൾ 23-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 16:23, അവനോ തിരിഞ്ഞ പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ. 22 പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. ഭയങ്കര ശ്രദ്ധിച്ച് കേൾക്കണേ. ആരെയാ? യേശുവിനെ. എനിക്ക് ഭയങ്കര
യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് എന്താ പറഞ്ഞേ? Yes. കർത്താവേ, അതരുത്, നിനക്കത് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു. കർത്താവിന്റെ കയ്യെ പിടിച്ച് ഞാൻ പൊക്കോണം, വിട്ടുപോകണം. ഇതിന് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയല്ലേ ഞാൻ ബൈബിളിൽ വേറെ ഒന്നും, ഞാൻ അങ്ങനെ വായിച്ചേ. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. ആരെയാ? യേശുവിനെ. യേശുവിനെ വേറിട്ടുണ്ട്. കർത്താവേ, അതരുത്. എന്തരുത്? നീ ക്രൂശിക്കപ്പെടാൻ പോകുന്നതും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നോക്കുന്നത് അത് വേണ്ട. ഇച്ചിരി മുമ്പ് നീ എന്താ പറഞ്ഞ പത്രോസ്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു. ഇപ്പോൾ നോക്കിക്ക, പെട്ടെന്ന് മാറി, തലമാറി. ചിലരൊക്കെ പെട്ടെന്ന് വെളിപ്പാടൊക്കെ പറയും, ആലോചനകളൊക്കെ പറയും. പക്ഷെങ്കിൽ അവരറിയാതെ അവരെ പുറയും അവരെ കീഴ്പ്പെടുത്തുന്ന ഒരു മണ്ഡലത്തെ ഇന്ന് രാത്രി സൂമിറ്റികൾ അതിനെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ നിങ്ങൾ തിരിച്ചറിയുവാൻ ആത്മാവിനെ ദൂത് പറയും. എനിക്ക് ഈ 1 മണിക്കൂറിനുള്ളിൽ കുറച്ച് പോയിന്റ് നിങ്ങളോട് പറയണമെന്നല്ല എനിക്ക്. എന്നിൽ നിക്ഷബ്ദമായിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം ഇതിനകത്ത് എത്ര പേര് പങ്കിടുന്നു അവിടെ നിങ്ങൾ ആൾ മാറിയതുപോലെ മാറപ്പെടണം. എന്റെ ആത്മാവ് അത് വ്യക്തമായി ഇടപെടുന്നു. സ്തോത്രം. സ്തോത്രം. നമ്മളാരും എന്ത് ചെയ്തേനെ, നമ്മൾ എന്തിക്ക് ഈ ദൂത് ശരിയായിരിക്കും, ഈ ദൂത് ശരിയായിരിക്കും. കയ്യെ പിടിച്ചവരെ ശാസിക്കും, വോട്ട് മാറട്ടെ, വിട്ടുമാറത്തൊന്നുമില്ല. ഇവന് ഇൻഫർമേഷൻ കൊടുത്തത് ഇന്നു രാത്രിയിൽ പുറയിൽ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ഇൻഫർമേഷൻ കൊടുക്കുന്ന സ്പിരിറ്റ് ഏതാണെന്ന് രാത്രിയായോ? യേശുവിന് മനസ്സിലായി. യേശുവിന് മനസ്സിലായി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനേ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നത്. പത്രോസിനെ കീഴ്പ്പെടുത്തുവാൻ, അവനെ കീഴ്പ്പെടുത്തിയിട്ട് തനിക്കുള്ള ദൈവ പദ്ധതി, പിതാവ് ഏൽപ്പിച്ച പദ്ധതിയിലേക്ക് താൻ പ്രവേശിക്കപ്പെടുവാൻ ഇടയാകാത്ത രീതിയിൽ ഒരു ഇൻഫർമേഷൻ പത്രോസിനിൽ കൂടി കൊടുത്തുവിടുക. ദൈവദാസന്മാരെ കേട്ടോണം, ദൈവമക്കളെ കേട്ടോണം. നിങ്ങളുടെ ജീവിതത്തോട് ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നിങ്ങളെ തിരിക്കുവാൻ നിങ്ങളുടെ കൂടെ നടക്കുന്നവരായിരിക്കും. ഇന്നലെ ഒരുമിച്ച് നിന്നവരായിരിക്കും, ഇന്നലെ ശക്തനായ ദൈവദാസനാണെന്ന് നമ്മളോട് പറഞ്ഞവരായിരിക്കും. തിരിച്ചറിയുക, ദൈവം പറയുന്നു. അപ്പോൾ കീഴ്പ്പെടുത്തുവാൻ കടന്നു വന്ന ആ വ്യാപാര ശക്തിയെ തിരിയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, 2 വിധ വ്യാപാര ശക്തി ഉണ്ട്. ഒന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് സാത്താവിന്റെ വ്യാപാര ശക്തി. അപ്പോൾ ഇപ്പോൾ വ്യാപരിച്ച പത്രോസിൽ കൂടി വ്യാപരിച്ചത് ഏതാ? പരിശുദ്ധാത്മം എന്ന വ്യാപാര ശക്തിയല്ല, പിന്നേതാ? സാത്താന്റെ വ്യാപാര ശക്തിയാണ്. സാത്താന്റെ വ്യാപാര ശക്തി എന്താണ് ചെയ്യുന്നത്? ദൈവ പദ്ധതിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാതെ വഴിയിൽ വെച്ച് മുടക്കിക്കളയുക. ദൈവ പദ്ധതിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലപ്പെടുവാൻ കഴിയാതെ വഴിയിൽ വെച്ച് അല്ലെങ്കിൽ മുടക്കിക്കളഞ്ഞ് ശുശ്രൂഷകളെ മറ്റു വിട്ടിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരിയുവാൻ ദൈവം പറയുന്നു. നിങ്ങളിൽ കൂടി ശക്തമായ ഒരു ആത്മീയ തലത്തിലുള്ള ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളുടെ മേൽ കൈമാറിയിരിക്കുന്ന ദൈവിക വ്യാപാര ശക്തിക്ക് കഴിയും. യേശു എന്താണ് ചെയ്തത്? യേശു എന്ത് ചെയ്തു?
പത്രോസിനെ അല്ല ശാസിച്ചത്, സാത്താനെ ശാസിച്ചു. അപ്പോൾ യേശുവിൽ വ്യാപരിച്ച ശക്തി എന്താണ്? സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നു, തിരിച്ചറിയുന്നുണ്ടോ? അപ്പോൾ മറ്റുള്ള വ്യക്തികളുടെ ചിന്താമണ്ഡലത്തിൽ കൂടി ഉരുത്തിരിഞ്ഞ് ദൈവീക ദൗത്യയുടെ നിർവഹണത്തിലേക്ക് പോകാതെ നമ്മെ കീഴ്പ്പെടുത്തിയിട്ട് അവന്റെ ആധിപത്യം നമ്മളിൽ പുലർത്തിയിട്ട് അവനിച്ഛിക്കുന്ന മേഖലകളിലേക്ക് നമ്മെ കടത്തിവിടപ്പെടുവാൻ പോകുമ്പോൾ തിരിച്ചറിയാൻ ദൈവാത്മ പറയുന്നു, സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവീക വ്യാപാര ശക്തിയാണ് നമ്മളിൽ വ്യാപരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ യേശുവിനെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ വഴി മാറിപ്പോകല്ലേ, കാറ്റിനെ ശാസിച്ചു. അപ്പൊ ശാസിച്ചതിന്റെ പുറയിലെ കാരണം പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പത്രോസിനെ അല്ല ശാസിച്ച, പത്രോസിന്റെ പുറയിൽ അവൻ ആ ഇൻഫർമേഷൻ കൊടുത്തതിനെ ശാസിച്ച്. അപ്പൊ കാറ്റിനെ ഇളക്കി വിട്ടതിനെ ശാസിച്ചത്. കലക്കത്തിലാക്കി, ചില ഭൗതിക നന്മകളെ ഇല്ലായ്മയാക്കി സ്വസ്ഥത കെടുത്തിക്കളയുന്നത് വ്യക്തികളല്ല, ആ വ്യക്തികളിൽ കൂടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണെന്ന് ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. യേശു കാറ്റിനെ ശാസിച്ചപ്പോൾ ശാന്തമാക എന്ന് പറഞ്ഞപ്പോ കടല് ശാന്തമായി അമർന്നു. അപ്പോൾ എന്താ പരിപാടി നടന്നത്? എന്തുവാ? നമ്മൾ ഈ 5-ാം അതിലേക്ക് എന്നുമ്പോൾ ഇതുവരെ ആർക്കും കീഴ്പ്പെടാത്തവൻ, ഇതുവരെ ആർക്കും ഒതുങ്ങാത്തവൻ, നമ്മളെ അതിന്റെ പാസ്റ്റർ ഒന്ന് വായിച്ചാൽ കൊള്ളാം, വായിച്ചാൽ നല്ലതായിരിക്കും. 3-ാം വാക്യം, 5-ാം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം പെട്ടെന്ന് വായിച്ചാൽ. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞ്. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവൻ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകൽ അടക്കുവാൻ പറഞ്ഞ ആർക്കും അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അപ്പോ മാനുഷികമായ രീതിയിൽ ഒരു വ്യക്തിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഇവന് ഒരു കുടിയിരിപ്പുണ്ടായിരുന്നു. അടുത്ത വാക്യം വായിച്ചോ. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കം നിലവിളിച്ച്. പദം വളരെ ശ്രദ്ധിക്കണം. ഇതുവരെ ആരുടെ അടുത്തിന് ഓടിച്ചല്ലാത്തവൻ ഇപ്പോൾ ഓടിക്കുന്നു. എന്താ? ഇവനെ ശാസിച്ചു കൽപ്പിച്ചിരുന്ന ഒരു വാക്യം നിങ്ങൾ മനസ്സിലായോ? ഇവനെ ഇളക്കിയത്, ഇവനെ ഈ ദേഹത്ത് ഉപദ്രവം വരുത്തുന്നത്, ഇവനെ സെമിത്തേരിയിലേക്ക് നടത്തുന്നത്, ഇവനെ ചങ്ങലയിട്ട് ബന്ധിപ്പിക്കുന്നത് ഒരു വ്യാപാരത്തെ രാത്രിയിൽ ഞാൻ ആരാധിക്കുന്ന സഭയ്ക്കകത്ത് ഞാൻ ഇരിക്കുന്നത്, ഞാൻ ആരാധിക്കുന്ന ഹോളിനകത്ത്. അവനെ ഇളക്കിയതിന്, അപ്പൊ ഇവനെ ഇളക്കിയതാണ്. എവിടെ ഇളക്കിയത്? കാറ്റിനെ ഇളക്കിയത്. കാറ്റിനെ ഇളക്കിയപ്പോ കടലിൽ ഇറക്കി. അപ്പോ യേശുവിന് അക്കരയിൽ നിന്ന് ഇക്കരയിൽ വരുത്തല്ല. യേശുവിനെ ഇക്കരയിൽ നിന്ന് അക്കരെ എത്തിക്കരുത്. അക്കരെ എത്തിയാൽ എന്താ? വിടുതൽ പ്രാപിക്കും. അപ്പൊ ഇളക്കി വിട്ടു. ഇവരിൽ കുടിയിരുന്ന ശക്തി ഒരുമിച്ച് അല്ലെങ്കിൽ സ്വന്തം കാറ്റിന്റെ പുറയിൽ പ്രവർത്തിച്ച് യേശുവിന്റെ ദൗത്യ നിർവഹണത്തെ ഇല്ലായ്മയാക്കുവാൻ, ഇവരിലുള്ളത് ഇല്ലായ്മയാക്കുവാൻ ശത്രു പ്രവർത്തിച്ചപ്പോൾ യേശു പറയും, കാറ്റേ നീ നിന്റെ പുറയിൽ പ്രവർത്തിക്കുന്ന അനങ്ങാമൊരു ശാന്തമാകാൻ പറഞ്ഞതുകൊണ്ടാണ് യേശു ഇക്കരയിൽ നിന്ന് അക്കരെ കാൽ ചവിട്ടിയപ്പോൾ തന്നെ എന്ത് ചെയ്തത്? ഓടിച്ചെന്ന് നമസ്കരിച്ചു. ഇതുവരെ ആരുടെ മുമ്പാകത്തെ കീഴ്പ്പെടാത്ത ആരുടെ മുമ്പാകെ കീഴ്പ്പെടാത്ത, ആരുടെ മുമ്പാകെ ഒതുങ്ങാത്ത ഈ മനുഷ്യൻ ഇതാ
യേശുവിനെ കണ്ടപ്പോൾ ഓടിച്ചെന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമസ്കരിച്ചു. അപ്പൊ അവൻ ആരാധിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കും കേട്ടോ, ഇതിനകത്ത് കേൾക്കുന്ന ദൈവമക്കൾ, ചിലരെ ആരാധിക്കാനൊക്കെ അനുവദിക്കാതെ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ. ഇങ്ങനെ അങ്ങോട്ട് കയറി പോകുന്നു. നിന്നെ ആരാധിപ്പാൻ സഭായോഗത്തിൽ അങ്ങോട്ട് വരുമ്പോൾ നിനക്ക് ആരാധിക്കേണ്ടി പോലെ ആരാധിപ്പാൻ കഴിയാതെ ശരീരത്തെ ബന്ധിച്ച് ചിന്താമണ്ഡലങ്ങളെ മറ്റു റൂട്ടിനകത്തേക്ക് വലിച്ചു പിടിച്ച് അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ അസ്വസ്ഥമാക്കിക്കൊണ്ട് ആരാധന മേഖലകളിൽ ഇരുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. അത് നിന്നിൽ ഒതുക്കാൻ വരുന്ന, നിന്നെ കീഴ്പ്പെടുത്താൻ വരുന്ന ആ ദുഷ്ടമണ്ഡലത്തെ ഇത് രാത്രി ദൈവാത്മാ വ്യക്തമായി ഇടപെടുന്നു. നിന്നിൽ അസാധാരണമായ ഒരു വ്യാപാര ശക്തി ഉണ്ടെന്ന് രാജീവ് തിരിച്ചറിയുക. എന്നാൽ മേഖലകളിൽ നിന്ന് മേഖലകളിലേക്ക് വ്യതിചലിക്കുവാൻ തക്കവണ്ണം കാറ്റിന്റെ പുറയിൽ പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കുന്ന മണ്ഡലത്തെ ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവ് വിളിച്ചു പറയുന്നു, നീ അതിനെ ശാസിക്കുക. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു ദൗത്യ നിർവഹണം നിന്നിൽ കൂടി ചെയ്തെടുക്കാനുണ്ട്. ബ്രദർ രാജീവ്, ദൈവാത്മാ വ്യക്തമായി ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മ രാജീവിനോട് ഇടപെടുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പേ നിന്നെ കണ്ടവൻ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, പിണ്ഡാകാരമാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട ഒരു ദൈവം ഇന്ന് രാത്രി ആത്മാ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ അസാധാരണമായ ഒരു വ്യാപാര ശക്തി നിന്റെ മേലുണ്ട്. നീ തിരിച്ചറിഞ്ഞ് ഒതുക്കി കളയുന്ന മേഖലകൾ നീ എഴുന്നേറ്റ് സ്തോത്രം, സ്തോത്രം. സ്തോത്രം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാ പറയുന്നു, ആയിരിക്കുന്ന ഇടങ്ങളിൽ ദേഹി ആത്മാവിനകത്ത് അസാധാരണമായി ദൈവാത്മാവിന്റെ വ്യാപാരം ഒഴുകപ്പെടുവാനായി പെട്ടെന്ന് വാക്യത്തിലെ കേട്ടു. എന്ത് ചെയ്തു? ആ വാക്യത്തിനകത്ത് എന്ത് പറയുന്നു? ഹല്ലേലൂയ. അവൻ ദൂരത്ത് വെച്ച് കണ്ടപ്പോൾ തന്നെ യേശുവിനെ നമസ്കരിച്ചു, ഉറക്കതിനെ വിളിച്ചു. ഇവിടെ പറയും യേശുവേ. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം, യേശു സുവിശേഷ പ്രസംഗത്തിൽ നടത്തിയോ? യേശുവിനോട് സുവിശേഷം പറഞ്ഞോ? ഇവനോടൊന്നും പറഞ്ഞില്ല. പിന്നെ അങ്ങനെ ഇവൻ യേശു എന്നൊക്കെ വിളിച്ചേ? നമ്മൾ മക്കളെ ചിന്തിക്കണേ. എനിക്കറിയില്ല, പരിശുദ്ധ വ്യക്തമായിട്ട് ഞാൻ വേറെ രീതിയിൽ പോകാനാണ് ഞാൻ എഴുതി കൂട്ടി. പാസ്റ്റർ എന്ന് പറയും, പാസ്റ്റർ ഇന്നിപ്പോ ലീഡ് ചെയ്യുമ്പോൾ എഴുതി കൂട്ടിയ മെസ്സേജ് ഒന്നും പറയല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഞാൻ ഈ പാസ്റ്റർ പറഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ ഒരു ദൈവിക ചിന്ത എന്റെ മനസ്സിനുള്ളിൽ കടത്തി വിട്ടപ്പോൾ എന്താ ഞാൻ മണിക്കൂറുകൾ ചിന്തിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത്. എന്റെ നോട്ടൊക്കെ ഞാൻ അവിടെ വെക്കുക. പരിശുദ്ധമായ ശക്തമായി ഇടപെടുന്നു. യേശുവേ, യേശുവേ. ഇവര് നമ്മൾ മനസ്സിലാക്കി, എനിക്ക് ഭയങ്കര സന്തോഷം. യേശുവേ, ഇവനോട് യേശു 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 എന്ന് പറഞ്ഞോ? ഇവന് ഈ പൈശാചിക വ്യാപാര ശക്തിയിൽ ആരെങ്കിലും സുവിശേഷ പ്രസംഗം നടത്തിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ മനസ്സിലാക്കണം, ഇവന്റെ നമ്മൾ ചിന്ത ഞാൻ പറയാം. പ്രൈസലോട് സ്വതന്ത്രം ചെയ്യുന്നു. ഇവന് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവനായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിശാച് ഇവനിൽ കയറി ഇവനെ കീഴ്പ്പെടുത്തിയത്. ചിലർക്ക് അറിയത്തില്ല. ചിലർക്ക് ഞാൻ പറയുന്ന ചിന്തകൾ നിങ്ങൾ തിരിച്ചറിയണം. ചിലവർക്ക് പോലും അറിയത്തില്ല അവരെ ദൈവ പദ്ധതി കാലത്തേക്ക് വരാതെ ചില മണ്ഡലത്തെ കീഴ്പ്പെടുത്തിയിട്ട് വ്യതിചലിപ്പിക്കുക. ഹലോ, കേക്കാമോ?
ഓക്കെ, ക്ലിയർ. കേൾക്കാമല്ലോ? ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഹലോ, സംസാരിച്ചേ പാസ്റ്റർ ദേവട്ട. Praise the Lord. ഓക്കെ, Praise the Lord. കേൾക്കാം. Praise the Lord. Okay. ഇവൻ ദൈവരാജ്യത്തിനകത്ത് പ്രയോജനപ്പെടേണ്ടവനാണ്. ആമേൻ. എന്നാൽ പ്രയോജനപ്പെടുത്താതെ ഇവനെ മാറ്റിക്കളഞ്ഞു. ഇത് ആരറിഞ്ഞു? യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അറിയത്തില്ല, യേശുവിന്റെ കൂടെ നടന്ന പുരുഷന്മാർക്ക് അറിയത്തില്ല. ആർക്കറിയാമായിരുന്നു? പിതാവിന്റെ വ്യാപാര ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ നിറവോട് ഭൂമിയിൽ കന്യമറിയത്തിൽ ജനനം യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. എന്റെ രാജ്യത്തിനുവിന് ശക്തനായി തീർന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ അത് നിങ്ങൾ സ്വതന്ത്രം ചെയ്തു. ഈ അധ്യായത്തിന്റെ 20-ാം വാക്യം, 5-ന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പല നാട്ടിൽ കോഴി തുടങ്ങി, എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ദക്കപ്പോല് 10 പട്ടണത്തെ മുഴുവനും സുവിശേഷീകരിക്കപ്പെടേണ്ടവർ ഇവിടെ കിടക്കുക. സെമിത്തേരി. ഇവനെ പുറത്തു വന്നാലുണ്ടല്ലോ ദക്കപ്പോല് ദേശം മുഴുവനും സുവിശേഷീകരണമുണ്ടാവും. അപ്പോൾ ഇവനെ കീഴ്പ്പെടുത്തിയ മണ്ഡലത്തെ അഴിച്ചു മാറ്റാനാണ് ദൈവപുത്രൻ ഗദരദേശത്തെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ സൂമിറ്റിൽ ഞാൻ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവ് വിളിച്ചു പറയുന്നു, ജനര് ദൈവരാജ്യത്തെ ഘോഷിക്കപ്പെടേണ്ടവർ ഏതെങ്കിലും കുരുക്കിനകത്ത് കുരുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് ഈ വചനത്തിൽ പറയുന്നു, അഴിഞ്ഞു മാറുമോ? സഹോദരിയാകട്ടെ, സഹോദരനാകട്ടെ, അഭിഷക്തന്മാരാകട്ടെ, യൗവനക്കാരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, യേശുവിൻ നാമത്തിൽ അതിനെ ഞാൻ ശാസിക്കുന്നു, പുറത്തു വരാൻ. അവനെ കീഴ്പ്പെടുത്തിയ ആ വ്യാപാരത്തെ അനുവിധയുടെ സ്തോത്രം ചെയ്തു പുറത്തു കൊണ്ടുവരപ്പെടേണ്ടതിന് വേണ്ടിയാണ് യേശു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, യേശുവിൽ വ്യാപരിച്ച വ്യാപാര ശക്തി സകലത്തിൽ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയാണ്. ആ വ്യാപാര ശക്തി ആരിലുണ്ട്? നമ്മളിലുണ്ട്. അടുത്ത ഉദാഹരണം പറഞ്ഞ ചിന്തകളിലേക്ക് മുമ്പപ്പെടുക. മർക്കോസിന്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായം അതിന് 25 മുതൽ 34 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ 12 വർഷവും കീഴ്പ്പെട്ട് കിടക്കുക. ഒരു ബാധയാണ് അവിടെ പറഞ്ഞ ബാധ. ബാധയ്ക്ക് പിടിക്കപ്പെട്ടവൾ പുറത്തു വരപ്പെടുവാൻ കഴിയാതെ കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരു കാര്യം മനസ്സിലായി, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ യേശുവിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി അശുദ്ധി എന്നെ എണ്ണപ്പെട്ട പ്രമാണവും വീട്ടുകാരും നാട്ടുകാരും വീട്ടിനകത്തു നിന്ന് എന്നെ പുറത്തുവിടാതിരിക്കുമ്പോൾ യേശുവിൽ തൊട്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ അശുദ്ധി എന്ന ലേബൽ മാറ്റി യേശുവിൽ വ്യാപരിക്കുന്ന ശക്തി എന്നെ വിശുദ്ധിക്കകത്തെ കൊണ്ടിരുന്നത്. ഇന്ന് രാത്രി രോഗസൗഖ്യം വേണ്ടിയവര് പ്രാർത്ഥിച്ചോ? രോഗസൗഖ്യം വേണ്ടിയവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ? ആരെ കര തൊടണ്ട, ഒരു പാസ്റ്റർ നിങ്ങളെ തൊടണ്ട. വചനത്തിനകത്തൂടെ ശക്തി ആവരിക്കും. എത്ര വിശ്വസിക്കുന്നുണ്ട്? വചനത്തിനകത്തൂടെ ശക്തി ആവരിക്കുന്നു വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി നിങ്ങളുടെ രോഗമാകട്ടെ, ശാരീരിക അസ്വസ്ഥകളാകട്ടെ, അല്ലെ, യേശുവിൻ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഈ വചനത്തിൽ കൂടി വ്യാപരിക്കുന്ന വ്യാപാര ശക്തി നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിയിരിക്കുന്ന രോഗാവരെ അഴികപ്പെട്ടാവും. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ.
ഏബ്രഹാം അങ്കിൾ യേശുവിന്റെ ആത്മാവ് പറയുന്നു നിങ്ങളുടെ ശരീരത്തിനകത്തൊരു സൗഖ്യം വ്യാപരിക്കുന്ന അങ്കിൾ ഏബ്രഹാം അങ്കിൾ ദൈവാത്മാ പറയുന്നു നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു സൗഖ്യത്തിന്റെ കരം വ്യാപരിക്കുന്നത് തിരിച്ചറിയുന്നു. ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടായിരിക്കണം. ഹല്ലേലൂയ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഞാൻ ഇരിക്കുന്നിടത്ത് ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ ശിരസ് മുതൽ പാദം വരെ ഒരു വ്യാപരിക്കുന്ന അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ചില രോഗാത്മാവിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുന്നത് നാം കാണുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നന്മയെ ബന്ധിച്ച മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒഴിഞ്ഞു മാറാത്ത ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഒഴിഞ്ഞു മാറുമെന്ന് ദൈവത്തെ വ്യക്തമായി ഇടപെടുന്നു. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്താ ഇവിടെ ആരോഗ്യത്തെ കീഴ്പ്പെടുത്തിയ, ഇവിടെ വസ്തു വകകളെയെല്ലാം ഇല്ലായ്മയാക്കിയ, ഓ ഹല്ലേലൂയ, ഇവിടെ മരണത്തിനകത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന 12 വർഷത്തെ കീഴ്പ്പെടുത്തിയ ഒരു വ്യാപാര ശക്തി ഹല്ലേലൂയ അവിടെ പുറകിൽ പ്രവർത്തിച്ച ഒരു മണ്ഡലത്തെ അവൾ തിരിച്ചറിഞ്ഞു. ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന ശക്തി ഇല്ലെന്ന് ഞാൻ തൊടുമ്പോൾ ഹല്ലേലൂയ എന്റെ വാ വിട്ടു മാറിപ്പോ. യേശുവിൻ നാമത്തിൽ രാത്രി പ്രാർത്ഥിക്കാൻ തരേണ്ടത്. ഞാൻ ദൈവ സാന്നിധ്യത്തെ ഇന്ന് രാത്രി തിരിച്ചറിയുന്നു. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലത് കെട്ടഴിഞ്ഞു മാറിപ്പോകുന്നത് ആത്മാവിൽ കാണുന്നു. 12 വർഷത്തേത് ഹല്ലേലൂയ ആ കെട്ട സെക്കൻഡിന് ഒരു അംശം വേണ്ട, തൊട്ടു സെക്കൻഡിനുള്ളിൽ നടന്നു. എനിക്ക് എത്ര സമയം എനിക്കറിയാം, തൊട്ടു സമയം നടന്നു. യേശു പറയും എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എന്നിൽ നിന്ന് ശക്തി വ്യാപരിച്ചു. ഹല്ലേലൂയ. ശിഷ്യന്മാര് പറയുകയാണ്, അയ്യോ നീ എന്ത് മണ്ടത്തരാ പറയുന്നത്, എത്ര പേര് തിക്കി ഒരുമിയൊക്കെ പോകുമ്പോൾ നീ എന്നെ തൊട്ടത് ആരാണെന്ന് അല്ലല്ല, വിശ്വസിച്ചുകൊണ്ട് ആരാണ് തൊട്ടു. അപ്പോൾ എന്നിൽ വ്യാപരിച്ച ശക്തി എന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി. ആരുടെയൊക്കെയോ ശരീരത്തിനകത്ത് കീഴ്പ്പെടുത്തിയ മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ഭൗതിക നന്മകളെ ഒഴുക്കിക്കളഞ്ഞ ഒരു മണ്ഡലത്തെ അഴിഞ്ഞുപോയ എനിക്കറിയാൻ കഴിഞ്ഞു. ചില ഭൗതിക മണ്ഡലങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കളയിപ്പിക്കുന്ന ഒരു വ്യാപാരം അതായിരുന്നു ഇവിടെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഏറെ സാഹചര്യം ചരിത്രമുള്ളതെല്ലാം ചെലവഴിച്ചു ഉള്ളതെല്ലാം ചെലവഴിച്ചു. ആരുടെയൊക്കെ ഇതിനകത്തൂട്ടം സകലം ചെലവ് വഴിച്ചിട്ടും അതിൻ്റെതായ ഒരു റിലീസ് കാണപ്പെടുവാൻ കഴിയാതെ വേദനയോടെ ഇന്ന് രാത്രിയിൽ ഈ സൂം മീറ്റിൽ പങ്കുചേർന്നിരിക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രിയിൽ സകലത്തെ കീഴ്പ്പെടുത്തുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി രോഗത്തിന്റെ മേൽ നടക്കാൻ പോകുക. അതിൽ സന്തോഷമുണ്ടോ? നിങ്ങൾക്കായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശബ്ദം കേൾപ്പാനില്ലെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി, സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ഭൂമി പാഴും ശൂന്യമായിരുന്നു. വായിച്ചാൽ സുപരിചിതമാണെങ്കിൽ ഒന്ന് വായിച്ചു വിട്ടാൽ ഉൽപ്പത്തി പുസ്തകം ജെനസിസ് ചാപ്റ്റർ 1:2. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. നോക്കിക്കേ, അപ്പൊ ഭൂമി എന്തായിരുന്നു? വചനത്തിൽ പറയുന്നുണ്ട് ഭൂമി ദൈവം മനുഷ്യന് പാർക്കാൻ വേണ്ടിയാണ്. പാർക്കാൻ വേണ്ടി വരുന്ന ഭൂമി എന്തായി പോയി? പാഴായി, ശൂന്യമായി, ഇരുളായി. 3 പ്രതലങ്ങൾ. ഒന്ന് പാഴ്, ശൂന്യം, ഇരുള്. അപ്പോ ഈ ഭൂമി പാഴാക്കിയല്ല ദൈവം നിർമ്മിച്ചത്. ഈ ഭൂമി ശൂന്യമാക്കിയല്ല ദൈവം നിർമ്മിച്ചത്. ഈ ഭൂമി ഇരുളാക്കിയല്ല ദൈവം നിർമ്മിച്ചത്. അപ്പോൾ ഈ ഭൂമിയെ പാഴാക്കുവാൻ, ശൂന്യമാക്കുവാൻ, ഇരുളാക്കുവാൻ ഇതിന്റെ പുറകിൽ എന്തോ പ്രവർത്തിച്ചു.
ഇത് പ്രവർത്തിച്ചത് കൊണ്ടാണ് വെള്ളത്തിന്റെ മീതെ ദൈവാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓ മൈ ഗോഡ്, എന്നോടൊപ്പം വരണേ. Praise the Lord. Hallelujah. ഇനി ഈ ഭൂമിയിൽ ഒരു കിളിർപ്പ് നടക്കരുത്. ഈ ഭൂമി ഇനി ഒരു വെളിച്ചം ഉണ്ടാകരുത്. ഈ ഭൂമി ഇനി ഒരു ചലനങ്ങൾ നടക്കരുത് എന്ന് വ്യാമോഹിച്ചു കൊണ്ടിരുന്ന ഇരുട്ടിന്റെ തലം അല്ലെങ്കിൽ ശക്തിയോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇതാ അസാധാരണമായ രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചരണമേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ പാഴാക്കുന്ന, നിങ്ങളെ ശൂന്യമാക്കുന്ന, നിങ്ങളെ ഇരുളാക്കുന്ന ചില തലങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ ഈ അവസ്ഥകൾ മാറി. ഭൂമിയുടെ പാഴ്, ശൂന്യം, ഇരുള് മാറി. ഈ ദൈവം വിത്താണോ മുളച്ചു വരാനാണോ പറഞ്ഞത്? അയ്യോ, സ്വോത്രം. കർത്താവ് പാഴും ശൂന്യം ഇരുളൊക്കെ മാറ്റിയിട്ട് കൊണ്ട് വിത്തിട്ടോ? പിന്നെന്ത് പറഞ്ഞേ? എന്താ പറഞ്ഞേ? മുളച്ചു വരട്ടെ. അപ്പം വിത്ത് എവിടെ കിടപ്പുണ്ട്? നിങ്ങൾ എന്നോടൊപ്പം വരണേ. എവിടെ കിടപ്പുണ്ട്? ഭൂമിയുടെ അടിയിൽ കിടപ്പുണ്ട്. ഈ വിത്ത് കിളിർത്തു വരാത്തല്ല, ഈ വിത്തിന്റെ മീതെ പാഴാക്കുന്ന, ശൂന്യമാക്കുന്ന, ഇരുളാക്കുന്ന ഒരു പ്രതലമുണ്ട്. ആരെയൊക്കെ അസാധാരണമായ വിത്തുകൾ കിടപ്പുണ്ട്. എന്നാൽ ആ വിത്ത് കിളിർക്കേണ്ട രീതിയിൽ കിളിർക്കുവാൻ കഴിയാതെ, അത് മുളച്ചു വരപ്പെടുവാൻ കഴിയാതെ, അത് ഇല വെച്ചു വരപ്പെടുവാൻ കഴിയാതെ, അത് പൂത്തു വരപ്പെടുവാൻ കഴിയാതെ, അത് കായ്ച്ചു വരപ്പെടുവാൻ കഴിയാതെ, അത് ഫലത്തിന്റെ ആഴങ്ങളിലേക്ക് വരപ്പെടുവാൻ കഴിയാതെ ഈ വിത്തിനെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തെ രാത്രി ദൈവം തിരച്ചു മാറ്റാൻ പോകുകയാണ്. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇതങ്ങോട്ട് മാറിയിട്ട് മുളച്ചുവ. ഈ അവസ്ഥ മാറിയാൽ ഉണ്ടല്ലോ ചില വ്യക്തികളെ പാഴാക്കുന്ന, ശൂന്യമാക്കുന്ന, ഈരിടാക്കി അവരെ കീഴ്പ്പെടുത്തുന്ന മണ്ഡലത്തെ മാറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ വാഗ്ദത്തം മുളച്ചു വരപ്പെടുവാൻ വാഗ്ദത്തങ്ങൾ മുളച്ചു വരപ്പെടുവാൻ കഴിയാതെ അതിനെ ഇല്ലായ്മയാക്കിക്കൊണ്ടിരിക്കുന്ന മണ്ഡലത്തെ ഇന്ന് രാത്രി അരങ്ങനാഥൻ വിളിച്ചു പറയാണ്. സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തി നിങ്ങളായിരിക്കുന്ന റൂമിൽ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളാകുന്ന വ്യക്തിത്വത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചിട്ട് ദൈവം കൈമാറിയിരിക്കുന്ന ആത്മീയ വ്യക്തി അതിന്റെ നിലവാരത്തിൽ തോട് പൊട്ടിച്ച് ഇന്ന് രാത്രി പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ രാത്രി മാറിപ്പോകട്ടെ. ചില പാട് നിന്റെ ജീവിതത്തിൽ മാറുന്ന ആത്മാവ് കാണുന്നു, ചില ശൂന്യത നിന്റെ ജീവിതത്തിൽ മാറുന്ന ആത്മാവ് കാണുന്നു, ചില ഇരുളും മാറുന്ന ആത്മാവ് പറയണം. ചില കിളിർത്തു വരട്ടെ. ഞാൻ ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കാൻ ആത്മാവ് പറയുന്നു. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചു. ഹല്ലേലൂയ. എന്ന് ഞാനൊരു പ്രവചന തലത്തിനകത്ത് ഈ വചനത്തിൽ കൂടി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. പ്രിയ ബ്രദർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കിളിർപ്പിലേക്ക് വരപ്പെടുവാൻ കഴിയാതെ ആ വിത്തിന്റെ അനുഭവത്തെ മൂടിക്കളഞ്ഞ മണ്ഡലം ഇന്ന് രാത്രി ദൈവമേ മാറിപ്പോ. പ്രാർത്ഥിക്കുന്നു. സമയം മുൻപോട്ട് ഓ സ്വോത്രം. ഇന്ന് അനേക കുടുംബത്തിൽ ഭയങ്കര റിലീസ് നടക്കുക. നാളുകളായി അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു. ഈ വിത്ത് നാളുകളായി കിടക്കുക. പക്ഷെങ്കിൽ എന്താണ്, ഈ വിത്തിന് കിളിർത്തു വരാനുള്ള ഒരു അവസ്ഥയില്ല. എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കിടന്നങ്ങ് മേടിക്കിടക്കുക.
ഈ വിത്തിന് എന്ത് വേണം? വെളിച്ചം വേണം. വെളിച്ചമില്ല. വെളിച്ചത്തെ എന്താണ്? മുടിച്ചു. ഇക്കളഞ്ഞു വെച്ചേ. Hallelujah. Hallelujah. Praise God. Praise God. Hallelujah. 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 യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Hallelujah. Hallelujah. Amen. 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 ഗ്രേസി അമ്മച്ചി, ഗ്രേസി അമ്മച്ചി, നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചിലത് മൂടി വെച്ചത് ഇന്ന് രാത്രി മാറുന്നത് ആത്മാവ് കാണുന്നു. ഓ യെസ്, വിശ്വസിക്കുന്നു അമ്മച്ചി, വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ആത്മാവ് വിളിച്ചു പറയുന്നു ഹല്ലേലൂയ. ചില വിത്ത് കിളിർക്കാൻ പോകുക, ചില വിത്ത് കിളിർക്കാൻ പോകുക. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ കിളിർക്കാൻ പോകുക. ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി അമ്മച്ചി വിശ്വസിക്കുന്നു. ചില ദിവസമായി ഹൃദയത്തിനകത്ത് ഭാരപ്പെടുന്നു, തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്ന ചില മേഖലയ്ക്കകത്ത് ദൈവങ്ങളെ ഞാൻ എന്റെ ക്രിയ വെളിപ്പെടുത്താൻ പോകുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, അതിലെ അമ്മച്ചിയോട് ദൈവാത്മാവ് ഇങ്ങനെ പറയും, അന്ന ദേവാലയം വിട്ടു പിരിയാതെ അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ആലയത്തിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അവസാന നിമിഷം അവൾ ചിലത് കയ്യിലേക്ക് സാക്ഷി പറയാനിടയാണെങ്കിൽ എഴുതി വെച്ചോ. അസാധാരണമായ ചില അനുഭവങ്ങൾക്ക് സാക്ഷിയാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഭാരപ്പെടേണ്ട, ദൈവം തന്നെ വ്യാപാര ശക്തി അയച്ച് ചില വിടുതലയക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി പറഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ വ്യാപരിക്കുന്ന സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി, ഭൂമിയെ കീഴ്പ്പെടുത്തിയ വ്യാപാര ശക്തിയെ അല്ലെന്തിനു പ്രൈസ് ദി ലോർഡ് ദൈവം നീക്കിയിട്ട് ഹല്ലേലൂയ ഉളവാകട്ടെ, ഉളവാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയണ ഉളവാകട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവേ ചിലരുടെ ജീവിതത്തിൽ ചിലർ ഉളവാകട്ടെ. നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുമോ? ചിലർ ഉളവാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉളവാകട്ടെ, ഉളവാകട്ടെ, ഉളവാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അപ്പോൾ വായിച്ച വാക്യത്തിന്റെ അകത്തേക്ക് ഞാൻ ഒന്ന് വരികയാണ്. അതിൽ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വായിച്ചത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത് എന്റെ വ്യാപാര ശക്തി കൊണ്ട്. ആമേൻ. വ്യാപാര ശക്തി കൊണ്ട്. അപ്പോൾ എന്തെങ്കിലും ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം തന്റെ വ്യാപാര ശക്തിയാണ്. അത് രോഗത്തിന്മേൽ വ്യാപാര ശക്തി വ്യാപരിച്ചു. പൈശാചിക മണ്ഡലങ്ങളിന്മേൽ ആ വ്യാപാര ശക്തി വ്യാപരിച്ചു. ഭൂമണ്ഡലത്തിന്മേൽ ആ വ്യാപാര ശക്തി വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. അവിടെ വേറെ പദമോട് അടുത്തൊരു തലത്തിലേക്കിടെയാണ്. അവിടെയാണ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെയും തന്റെ മഹത്വമുള്ള ശരീരത്തോടും അനുരൂപമാക്കപ്പെടുത്തുന്ന. ഓ ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ഈ ശരീരത്തിന് താഴ്ചയുണ്ട്. എന്നാൽ ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തിയാണ്. വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് രാത്രി? അതുകൊണ്ട് ഈ ശരീരത്തെ തന്നെ, താഴ്ചയുള്ള ശരീരത്തെ തന്നെ നിങ്ങൾ നോക്കി വിളിച്ചു പറയണം, ഹല്ലേലൂയ, ഇത് മഹത്വമുള്ള ശരീരത്തോട് ചേരാനുള്ളതാണ്. എന്നോടൊപ്പം ഉണ്ടോ നിങ്ങള്? വിളിച്ചു പറയണം. രോഗം വരുമ്പോൾ, ക്ഷീണങ്ങൾ വരുമ്പോൾ, അസ്വസ്ഥത ഈ ശരീരത്തിൽ വരുമ്പോൾ നമ്മൾ വിളിച്ചു പറയേണ്ട ഒരു കാര്യമാണ് എന്ത്? ഇത് മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടാനുള്ളതാണ്. അതിന് സ്വതന്ത്രം. അതിന് ഇന്ന് അതിനൊരു സ്വതന്ത്രം പലതും വന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ഒരിക്കലും അസ്വസ്ഥപ്പെടാത്ത ഒരു ശരീരത്തോട് ഞാൻ ചേർന്ന് വരുവാനുള്ളതാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ വിളിച്ചു പറയണം. അപ്പോൾ വ്യാപരിക്കുന്ന ശക്തിയുടെ അടുത്ത തലത്തിലേക്ക് പോവുകയാണ്. കൊലോസി ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അല്ലെന്നൊരു സ്വതന്ത്രം. കൊലോസി ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഇങ്ങനെയാണ്: സാരത്താൽ നിങ്ങൾക്ക് അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചൊരു ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി, ഓ പ്രൈസ് ഗോഡ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തി.
അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തി. ഹല്ലേലൂയ. കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ട മരിച്ചവരുടെ ഇടയിൽ വിധിക്കപ്പെട്ട തള്ളപ്പെട്ട എന്നെ നിങ്ങളെയും സുവിശേഷത്തിന്റെ വ്യാപാര ശക്തിയാൽ ആ വ്യാപാര ശക്തി ഇന്ന് രാത്രി നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ മരിച്ചവരുടെ ഇടയിലാണോ കിടക്കുന്നത്? ആണോ? നമ്മൾ മരിച്ചവരുടെ ഇടയിലാണോ കിടക്കുന്നത്? അല്ല. എന്ത് ചെയ്തു? ആ മരിച്ചവരുടെ ഇടയിൽ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഇത് ആരോട് പറയുന്നതാണ്? ഇവിടെ സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെട്ടു. അവനെ മരിച്ചവരുടെ ഇടയിൽ, ആരെ? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തി. അപ്പോൾ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ എന്നേക്കുമായി ആയിത്തീരുമെന്ന് പിശാച് വിചാരിച്ചപ്പോൾ പിതാവായ ദൈവത്തിന്റെ വ്യാപാര ശക്തി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ നാം മരിച്ചവരുടെ ഇടയിൽ എണ്ണപ്പെട്ടവരായിരുന്നു. പാപത്താലും അകൃത്യത്താലും ദൈവമെന്നാണ് സുവിശേഷത്തിന്റെ വ്യാപാര ശക്തിയാൽ നമ്മെ അവരുടെ ഇടയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. നമ്മൾ ഇനി എഫേസ്യ ലേഖനത്തിലേക്ക് വരിക. ആ ശക്തി എന്താ യേശുവിൽ ചെയ്തേ നമ്മുടെ വ്യക്തമായി പറയുന്നുണ്ട്. 20-ാം വാക്യത്തിലേക്ക് 1:20 ഞാൻ വരാൻ പോവുകയാണ്, സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ചെയ്യുന്നു. എന്താണ് പ്രൈസ് ദി ലോർഡ്? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 വാക്യം മുതൽ 23 വരെയുള്ള കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എന്ത്? അപ്പോൾ യേശുവിൽ വ്യാപരിച്ചില്ലായിരുന്നുവെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കണമേ, പിതാവായ ദൈവത്തിന്റെ ശക്തി യേശു ക്രിസ്തുവിൽ വ്യാപരിച്ചില്ലായിരുന്നുവെങ്കിൽ യേശു ഇവിടെ കിടന്നേനെ മരിച്ചവരുടെ ഇടയിൽ. അപ്പോ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ കിടത്തുന്ന ഒരു വ്യാപാര ശക്തി അല്ലായിരുന്നു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ചു. അത് അവിടെ തന്നെ പറയുന്നത് 2-3 കാര്യങ്ങൾ ആ പദത്തിനകത്തുണ്ട്. യേശുവിനെ മരിച്ചവരുടെ 1 ഉയർപ്പിച്ചു, 2 ഇരുത്തി, 3 കാൽ കീഴാക്കി വെച്ചു, 4 മീതെ തലയാക്കി, 5 കൊടുക്കുകയും ചെയ്തു. ഉയർപ്പിച്ചു. എവിടുന്ന്? യേശുവിനെ മരണത്തിൽ നിന്ന്. അതിലെയോ ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 24-ാം വാക്യം എന്ന് വായിച്ച അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 24-ാം വാക്യം. മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ സാധ്യമായിരുന്നു. വിശ്വസിക്കുന്നുണ്ടോ? ആ വാക്യം ഒന്ന് വായിച്ചു വിട്ടേ ജോൺസൺ പാസ്റ്റർ. ദൈവമോ മരണഭാഷകൾ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പൊ മരണത്തിന് പിടിച്ചു വെക്കാൻ പരമാവധി ശ്രമിച്ചു. ശ്രമിച്ചു, അസാധ്യമായിരുന്നു. ഇതിനകത്ത് വിശ്വസിക്കുന്നു. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തി ക്രിസ്തുവേശുവിൽ ഉണ്ടായിരുന്നു. ആ വ്യാപാര ശക്തിയാണ് എന്നിലും നിങ്ങളിലും വസിക്കുന്നത്. അസാധ്യമായിരുന്നു, അസാധ്യമായിരുന്നു. നിങ്ങളെ പദമൊക്കെ ഭയങ്കര മരണത്തിൽ അവനെ പിടിച്ചു വെക്കാൻ പരമാവധി ശ്രമിച്ചു. എത്ര ദിവസം പിടിച്ചു? 3 ദിവസം പിടിച്ചു വെച്ചു. 3 ദിവസം. ചിലവരെ ഇന്ന് രാത്രികാലം ചില വർഷങ്ങളായി പിടിച്ചു വെച്ച് ഒതുക്കി ആ മേഖലകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരത്തില്ലെന്ന് പറയുന്നു ചില മണ്ഡലങ്ങൾ ഇന്ന് പറയുന്നു. ഇനി അതിന് കഴിയത്തില്ല, ഇനിയും അതിന് കഴിയത്തില്ല. ആത്മാവ് വിശ്വസിക്കുന്നവരുണ്ടോ ഇതിനകത്ത്? ദൈവാത്മാവിൽ വിശ്വസിക്കുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? ദൈവാത്മാവരെ ഇനി പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, ഇനി പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിടിച്ചു വെച്ചത് ഇന്ന് രാത്രി പുറത്തു വരാൻ പോവുകയാണ്.
കൊണ്ട് മുദ്രയിട്ടത് ഇനി ഇവൻ ഇനി പുറത്തു വരല്ല. ഹല്ലേലൂയ. ഇതോടെ ഇവൻ ഒതുങ്ങിപ്പോയെന്ന് വിചാരിച്ച മേഖലകളിൽ, ഹല്ലേലൂയ, മരിച്ചു ഇവനിനി പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ മേഖലകൾ ഇതാ. ഒരു ദൈവത്തിന്റെ വ്യാപാര ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, മരണത്തിൽ അവൻ പുറത്തു വരാനായി. Glory, glory, glory. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളെ മനസ്സിലാക്കണം, നമ്മൾ ഭയങ്കരമായി ഇന്ന് രാത്രി സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ അവനും ഉയർപ്പിച്ചു. ശ്രദ്ധിച്ച് കേട്ടോ, പരിശുദ്ധ കേട്ടോ. അപ്പോ നോക്കണം, നമ്മൾ എങ്ങനെയായിരുന്നു? മരിച്ചവരായിരുന്നു. ഏതിലൊക്കെ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പം അങ്ങനാണോ നമ്മൾ? അല്ല. അയ്യോ, എന്നോടൊപ്പം വരാം. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത്? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. പെട്ടെന്ന് വായിക്കണേ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ കൂടെ ഉയർത്തെടുക്കുകയെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന അന്വേഷിപ്പീൻ. സോറി 1-ാം അധ്യായം 13. സോറി 1-ാം അധ്യായം 13-ാം വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. വിശുദ്ധന്മാർക്ക് വെളിച്ചം അവകാശനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. അപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നത്? സന്തോഷിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം കാണട്ടെ. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് വീർപ്പുമുട്ടിയിരിക്കുകയല്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വീർപ്പുമുട്ടിയിരിക്കണം, അല്ലെ? അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാകില്ല. ഇപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മെ വിടിവിച്ചു. അല്ലെ? എന്തുകൊണ്ട്? ദൈവം വിടിവിക്കപ്പെടേണ്ടതിനു വേണ്ടി മരണത്തിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റു. ഇത് അവനെ പിടിച്ചു വെക്കാൻ നമ്മൾ അതിന് ഉയർത്തെഴുന്ന നമ്മുടെ പാപങ്ങളും അതിക്രമങ്ങളിലും എന്നും നാം കീഴ്പ്പെട്ടിരിക്കണമെന്ന് പിശാചി വ്യാമോഹിച്ച് അവനെ മുദ്ര ചെയ്തപ്പോൾ ദൈവം അതിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുവാനിടയായി. ഈ സത്യത്തെ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നത്? എവിടാ? സ്നേഹസ്വരൂപന്റെ പുത്രന്റെ രാജ്യത്തെ ബൈബിളിലെ വാക്യം ലൂയിസ് പാസ്റ്റർ പറയുന്നതാണ്. ബൈബിൾ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നതാണ്. നിങ്ങൾ ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? പുത്രന്റെ രാജ്യത്തിൽ അവന് സന്തോഷത്തോടെ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ശബ്ദമില്ലെങ്കിൽ ഒന്ന് കരങ്ങളുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ട്. പുത്രന്റെ രാജ്യത്തിലുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ കരങ്ങളുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ബ്ലെസ്ഡ് പീപ്പിൾ ആണ്. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവം ചെയ്യുന്നു, ആ യേശുവിൽ വ്യാപരിച്ചപ്പോൾ അവനെ മരിച്ചവരുടെ ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം. അതുപോലെ തന്നെ അതിനൊരു സ്വതന്ത്രം ചെയ്തു. നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നമ്മെ ദൈവം ഉയർപ്പിച്ചു. ഉയർപ്പിച്ചവരെ കൊണ്ടിരുത്തി. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം ചെയ്യുന്നു. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അതുപോലെ തന്നെ ഇരിക്കുന്നതാണ്. സ്വർഗത്തിന്റെ തലമുറ എല്ലാ വാഴ്ചകൾക്കും, പ്രൈസ് ദി ലോർഡ്, നോക്കിക്കേ, എല്ലാ വാഴ്ചകൾക്കും, എല്ലാ അധികാരത്തിനും, എല്ലാ ശക്തിക്കും, എല്ലാ കർത്തൃത്വത്തിനും, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളവരും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം സന്തോഷമുണ്ടോ? നോക്കിക്കേ, എല്ലാ വാഴ്ചയ്ക്കും അത്യന്തം മീതെ, എല്ലാ അധികാരത്തിനും അത്യന്തം മീതെ, എല്ലാ ശക്തിക്കും അത്യന്തം മീതെ, എല്ലാ സത്യത്തിനും അത്യന്തം മീതെ, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളവർ വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി യേശുവിനെ ആയിരത്തി പിതാവായ ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിൽ വ്യാപിച്ചപ്പോൾ. അപ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ഈശ്വരനോട് സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ആത്മാവ് ആരുമായിട്ട് വ്യാപിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. സ്വന്തം ചെയ്യുന്നു.
ഇന്ന് രാത്രി വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ, കർത്തൃത്വങ്ങൾ സകല നാമത്തിനും മേലായ നാമമാണ് യേശുവിന്റെ നാമം. ആ വ്യാപരിക്കുന്ന ശക്തിക്ക് ഇതിനകത്ത് തിരിച്ചറിയാം. ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് ചില വാഴ്ചകളുണ്ടെങ്കിൽ, ചില ശക്തി ഉണ്ടെങ്കിൽ, ചില അധികാരങ്ങൾ ഉണ്ടെങ്കിൽ, ചില നാമങ്ങൾ അവിടെ പ്രബലപ്പെട്ട് നിൽക്കുമെങ്കിൽ ഇന്ന് രാത്രി പറ, മാറിപ്പോകാൻ പറ. അതിന് മീതെയാണ് പരിശുദ്ധാത്മാവിനെ ഇരുത്തിയിരിക്കുന്നത്. വിശ്വസിക്കുന്നുണ്ടോ? എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഇന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഒരു നിമിഷം പറ, അത് മാറട്ടെ. ആ അധികാരങ്ങൾ, ആ ചില ദുഷ്ട അധികാരങ്ങൾ കർത്തൃത്വം നടത്തുന്നു, അല്ല ചില ശക്തികൾ രാത്രി എന്റെ വീട് വിട്ട്, എന്റെ തലമുറ വിട്ട്, അല്ലെങ്കിൽ എന്റെ ഭൗതിക നന്മകൾ വിട്ട്, എന്റെ ആരോഗ്യം വിട്ട്, അല്ലെങ്കിൽ എന്റെ സ്വസ്ഥത വിട്ട് എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി അവിടെ താഴെ പറഞ്ഞ ആർക്കാണ്? എല്ലാം നിറയ്ക്കുന്ന, നിറവായിരിക്കുന്ന, സഭയ്ക്ക് നൽകിയിരിക്കുന്നു, ശരീരമാകുന്ന ബിൽഡിങ്ങിന് കൊടുത്തെന്നല്ല, അതാരാണ്? ശരീരം. കൈ വെച്ച് പറയാനാണ് അത് എനിക്ക് ദൈവം തന്നിരിക്കുന്നു. സന്തോഷമുണ്ട്. നിങ്ങളോട് ഈ ദൂത് പറയുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. അല്ലെങ്കിൽ ഒരു സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നിൽ ദൈവം അത് കൈമാറിയിട്ടുണ്ട്. പാസ്റ്റർമാർക്ക് നിങ്ങൾ വിചാരിക്കല്ലേ പാസ്റ്റർമാർക്ക് കൈകാര്യം ചെയ്തിരിക്കുന്നത്? അങ്ങനെ ആരും വിചാരിക്കല്ലേ പ്രവാചകന്മാർക്ക് കൈകാര്യം, അപ്പോസ്തലന്മാർക്കോ? അവരെല്ലാവരും ഇത് ഉണ്ടായിരുന്നു. അവർ പ്രയോജനപ്പെടുത്തിയതേ ഉള്ളൂ. സഭയ്ക്ക് ഒരു പ്രവാചകനെ കൊടുത്തെന്നാണ് പറഞ്ഞേ? അല്ല. സഭയ്ക്ക് കൊടുത്ത ആരാ? ഞാൻ എനിക്ക് നൽകിയിരിക്കുന്നു. ഇത് ഉറപ്പുണ്ടോ? ഇത് നമുക്ക് നൽകിയിരിക്കുമ്പോഴാണ് നമ്മൾ കരയും ഭൂമിയും ഒക്കെ പോകുന്നത്. അയ്യോ, അവിടുന്ന് വരുന്ന ആ ശക്തി, ഇവിടുന്ന് വരുന്ന ഈ അധികാരം, അയ്യോ എനിക്ക് നിൽക്കാൻ വയ്യ. കർത്താവ് തന്നെ ചിരിക്കുക. എന്റെ കുഞ്ഞെ, ഞാൻ നിനക്ക് എല്ലാം തന്നു, എല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കുകയാണ്. എന്റെ വ്യാപാര ശക്തിയിൽ അതിന്റെ സകലം ഞാൻ നിനക്ക് കൈമാറിയിരിക്കുകയാണ്, ചെയ്തിരിക്കുന്നു, കൈമാറി കഴിഞ്ഞു. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കും? ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തൊട്ട് നിങ്ങളുടെ വീട്ടിനകത്ത് ചില കാര്യക്രമങ്ങൾ നടക്കണം. ഇന്ന് രാത്രി കാര്യങ്ങൾ നടക്കണം. വിശ്വസിക്കുന്ന ചിലരുടെ മേൽ ആ പ്രവൃത്തി നടക്കപ്പെടട്ടെ. സ്വപ്നം ചെയ്ത് ചില മേഖലകളെ മാത്യു തോമസ് ദൈവാത്മാ പറയുന്നു, ചില മേഖലകളിൽ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. ദൈവാത്മാ വ്യക്തമായി ഇടപെടുന്നു. യെശയ്യാ പ്രവചനം 35 അത് 1-2 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 35. മരുഭൂമി വർണ്ണനിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വം കർമ്മേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വം, നമ്മുടെ ദൈവത്തെ തേജസ്സും കാണും. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പൂക്കും. ഹല്ലേലൂയ. മരുഭൂമിയുടെ അനുഭവം, വരണ്ട അനുഭവം, നിർജ്ജന അനുഭവങ്ങൾ. ഇവിടെ പറയാണ് 3 മണ്ഡലത്തെ കുറിച്ച് പറയുന്നു. ലെബനോൻ, അല്ലെ കർമ്മേൽ, ഷാരോൻ, അല്ലെങ്കിൽ കൊടുക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ എന്താണ്? നഷ്ടപ്പെട്ടതിനെ ചിലതിനെ ഞാൻ തിരികെ കൊടുക്കാൻ പോവാ. ആമേൻ. പ്രൈസ് ഗോഡ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. കൊടുക്കപ്പെടും. ഹല്ലേലൂയ. ഈ വ്യാപാര ശക്തി ചിലത് നഷ്ടപ്പെട്ടതിനെ തിരികെ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് എന്നെ മനസ്സിലാക്കണം? ഏദനിൽ നഷ്ടപ്പെട്ട സകല നിറവും, ശ്രദ്ധിച്ചു കേട്ടോ, വെളിപ്പാടിൽ ആത്മാവ് വ്യക്തമായിട്ട്, ഏദനിൽ നഷ്ടപ്പെട്ട സകല നിറവും യേശു ക്രിസ്തുവിന്റെ മരണ
മരണത്തിൽ കൂടി അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി ദൈവ സഭയ്ക്ക് പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ കൂടി കൈമാറി. എന്തോ നിറമായിരുന്നു ദൈവമക്കളെ ഏദൻ തോട്ടത്തിനകത്ത് ആദാം നിങ്ങളത് മനസ്സിലാക്കണം. ദൈവ തേജസ് അല്ലെങ്കിൽ അവന്റെ സ്വരൂപപ്രകാരമാണ്. അപ്പോ ആദാമിനെ കണ്ട് ആരെ കാണാമായിരുന്നു? ദൈവത്തെ കാണാമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ നിറവിനെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. ശ്രദ്ധിച്ചു കേട്ടോ, ഈ നിറവിനെ നഷ്ടപ്പെടുത്തി. ഈ നിറവിനെ എനിക്കും നിങ്ങൾക്കും മടക്കി തരപ്പെടേണ്ടതിന് വേണ്ടിയാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചത്. അതുകൊണ്ടാണ് യേശുവിനെ, അതിനു വേണ്ടിയാണ് പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ അവന്റെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പാൻ അവന്റെ വ്യാപാര ശക്തി വ്യാപരിക്കപ്പെടുവാനാണ്. എന്ത്? നഷ്ടപ്പെട്ട നിറവിൽ നിന്ന് അത്ഭുത സ്തോത്രം നമ്മെ തിരിച്ചു കൊണ്ടുവന്നിട്ട് യേശു ക്രിസ്തുവിൽ കൂടി ആ നിറവിലേക്ക് നാം തികഞ്ഞു വരിക. ഒരു വാക്കിലൂടെ പറഞ്ഞ സമയം പരിധി കൊണ്ട് ഒത്തിരി കാര്യം പറയാൻ നിർത്താൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അവസാനം ഒത്തിരി കാര്യം പറഞ്ഞ സമയപരിധി കൊണ്ട് ഞാൻ നിർത്തുന്നു. സ്വതന്ത്രം ചെയ്യുന്നു. അതിനായി എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന ശക്തി. എന്നിൽ, മൂന്നാമത്തെ കാര്യം, എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന വ്യാപാര ശക്തി. എത്ര പേര് വിശ്വസിക്കുന്നു? ഒന്നുകൂടെ പറയും, എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന വ്യാപാര ശക്തി. എന്തിനാണ് എന്നിൽ ബലത്തോട് ഈ വ്യാപാര ശക്തി വ്യാപരിക്കുന്നത്? പാസ്റ്ററെ, അതിന്റെ 28-ാം വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനും ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവരുടെ വ്യാപാര ശക്തി ഒത്തവണ്ണം പോരാടുന്നതാണ്. എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന ശക്തി എന്തിനാണ്? എന്നെ തികഞ്ഞവനാക്കി നിർത്താൻ. ഈ മക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ വചനത്തിൽ കൂടി കയറി വരണേ. പ്രവചന ദൂതൊക്കെ കേൾക്കുന്നത് നല്ലതാ, പ്രൈസ് ദി ലോർഡ്, സന്തോഷമുണ്ടാകും, പ്രൈസ് ദി ലോർഡ്. പക്ഷെ വചനത്തെ നിങ്ങൾ കയറി പിടിക്കണം. വചനത്തെ എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തി എന്തിനാണ്? പാട്ടിന്റെ അവസാനം അന്യഭാഷ പറഞ്ഞു പോകാനല്ല. നമ്മുടെയൊക്കെ ആരാധനയിൽ അവസാനം കിടന്ന് ചെണ്ട കൊട്ടുമ്പോൾ വരുന്നല്ല, പാട്ടില്ലാതെ പാസ്റ്റർ സ്തോത്രം പറയുന്നതിന് മുമ്പേ അന്യഭാഷയിൽ പറയാൻ കഴിയുമോ? പാട്ട് പാടിയാലേ നമുക്ക് വരത്തുള്ളൂ. നമ്മുടെ ചിട്ടകൾ മാറ്റപ്പെടുത്തണം. നിന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന ശക്തി നിന്നെ തികഞ്ഞവനാക്കി തീർപ്പാനാണ്. നിന്നെ കൊള്ളരാത്തവനാക്കി തീർക്കാനല്ല, തികഞ്ഞവനാക്കി തീർപ്പാൻ. തികഞ്ഞവനാക്കി തീർക്കാൻ ഞാൻ പോരാടുന്നു. അപ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി, ലൂയിസാന്റെ ഈ വ്യക്തിയിൽ വ്യാപരിക്കുന്ന എന്നെ ദൈവത്തിന്റെ മുമ്പാകെ തികഞ്ഞവനാക്കി തീർക്കണം. ഞാൻ അവന്റെ മുമ്പാകെ ഒരു നല്ല മണവാട്ടിയായി മാറണം. എന്നിലുള്ള പാപങ്ങളെ, എന്നിലുള്ള ചിന്താമണ്ഡലങ്ങളെ, വികാര മേഖലകളെ ഇല്ലായ്മയാക്കിക്കൊണ്ട് എന്റെ അകത്തു കിടക്കുന്ന ആത്മീയ മനുഷ്യൻ എന്റെ പുറമേയുള്ള മനുഷ്യനിലേക്ക് അല്ലെങ്കിൽ ആഴത്തക്കവണ്ണം എന്നെ ഒരുക്കുന്നതാണ് എന്ന് ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവശക്തി. സൗണ്ട് ക്ലിയർ ആവണം. ഇല്ല, ക്ലിയർ ആയില്ല. ഓളിയും കൂട്ടിക്കോ.
കിട്ടുന്നില്ല. അതങ്ങ് മൈക്രോൺ മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഡയറക്റ്റ് കൊടുക്കും. കിട്ടുന്നില്ല. ഫാസ്റ്റ് മൈക്രോൺ മാറ്റിക്കൊണ്ട് സംസാരിച്ചാട്ടെ ദയവായിട്ട്. അത് ഡിസ്കണക്ട് ചെയ്യണം. ഡയറക്റ്റ് സംസാരിക്കാമോ? ഓക്കെ. എന്തോ ലൂസ് കണക്ഷൻ. ഓക്കെ, കേൾക്കാമല്ലോ പാസ്റ്ററെ? കേൾക്കാം. സോറി. ഓക്കെ, എന്തോ ലൂസ് കണക്ഷൻ. കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ. എന്നെ തികഞ്ഞവനാക്കി തീർക്കുവാൻ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. തികഞ്ഞവനാക്കി, എന്നിൽ വ്യാപരിക്കുന്ന ശക്തി എന്നാ? ക്രിസ്തുവിന്റെ മുൻപാകെ എന്നെ തികഞ്ഞവനാക്കി തീർക്കുവാൻ. ഇന്ന് രാത്രി നമ്മെ തികഞ്ഞവനാക്കി തീർക്കുവാൻ കഴിവ് ആ ദൈവത്തിന്റെ ബലത്തോട് വ്യാപരിക്കുന്ന ആ വ്യാപാര ശക്തി മുമ്പാകെ കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആളും മാറ്റി ഒരു കർത്താവിന് മാറ്റാൻ കഴിയും. രാത്രി ആരെങ്കിലും അങ്ങനെ ദൈവസന്നിധി കൈമാറാൻ തയ്യാറാണോ? അങ്ങനെ കൈമാറിയ ഒരു മനുഷ്യനാണ് പഴയ നിയമത്തിൽ. പിന്നെ അവൻ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ശൗല് ദൈവത്തിന്റെ വ്യാപാര ശക്തിയിൽ ഒരുവനെ കിട്ടിയ 1 ശമൂവേലിന്റെ 10-6 വാക്യത്തിൽ അവൻ ആൾ മാറി. അവൻ അനദർമാൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അനദർമാൻ. ദൈവാത്മാവ് അവനിന്മേൽ കടന്നു വന്നപ്പോൾ അവൻ പഴയ ഒരു ശൗലായിട്ടല്ല, അവൻ അനദർമാനായി മാറി. അവന് അത് ബലത്തോട് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു തലത്തിലേക്ക് അവനെ നടത്തി. അവനെ ഒരു രാജാവാക്കി അവനെ തീർത്തു. ഓ, ഈ മക്കളെ തിരിച്ചറിയണമേ. ഹല്ലേലൂയ. കഴുതയെ അന്വേഷിച്ചു പോയവൻ ശൗലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഒരു സാധാരണ പൗരനായിട്ടല്ല പോയ, രാജ്യത്തിലെ രാജാവായിട്ട് അവൻ മാറപ്പെട്ടു. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കള്, നാം ദൈവരാജ്യത്തിലെ രാജകീയ പുരോഹിത വർഗമാണ്. ഇന്ന് രാത്രി മറന്നുപോകല്ല. നിന്നെ ആൾ മാറ്റിയ ദൈവത്തിന്റെ വ്യാപാര ശക്തിയെ ഇന്ന് രാത്രി തിരിച്ചറിയുക. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവനിൽ ബലത്തോട് വ്യാപരിച്ച വ്യാപാര ശക്തി കൊത്തവണ്ണം അവൻ പോകാതിരുന്നത് കൊണ്ടാണ് ദൈവം മറ്റൊരാളെ തിരയുവാനിടയായത്. ഓ, രാത്രി ആരും അങ്ങനെ ആയിത്തീരുന്നത്. ഇന്ന് രാത്രിയിൽ എന്നെ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ഭാവനയിൽ കൊണ്ടുവരികയാണ്. ഈ ദാവീദ് വന്നില്ലായിരുന്നുവെങ്കിൽ ആരായിരുന്നു വരുന്നത്? ദാവീദിന്റെ ഗോത്രത്തിലാണ്. നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം ശൗല് വിശ്വസ്തയോട് നിന്നായിരുന്നുവെങ്കിൽ ഇതിന്റെ കുടുംബത്തിന്മേൽ അവസ്ഥകൾ എന്തായിരുന്നേ? ആ ദൈവ വ്യാപാര ശക്തിക്കൊത്തവണ്ണം അവനെ വിനയപ്പെടുത്തി ആ തികവിലേക്ക് അവൻ പോകപ്പെടുവാൻ കഴിയാതെ അവന്റെ സ്വന്തം ബുദ്ധിക്കും ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും ഒത്തവണ്ണം അവൻ പോകപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ സ്തോത്രം അവൻ തകർന്നുറയപ്പെടുവാനിടയായി. ഇന്ന് രാത്രി തകർന്നുറയപ്പെടുവാനുള്ള വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയല്ല. നീ തകർന്നുടഞ്ഞ മേഖലകളിൽ നിന്നെ പണിതെടുത്ത് ോട് നിന്നെ നൃത്തപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു വ്യാപാര ശക്തിയാണ് ഇന്ന് രാത്രിയിൽ നമ്മളിൽ വ്യാപരിക്കുന്നത്. മനസ്സിലാക്കണം. സ്തോത്രം ചെയ്തു. വ്യക്തമായി തിരിച്ചറിയപ്പെടുവാനിടയായി. പടിവാതിൽക്ക വെച്ച് അവനിന്മേൽ ഈ ദൈവത്തിന്റെ ബലത്തോട് വ്യാപരിക്കുന്ന വ്യാപാര ശക്തി അവനെ പിടിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തികവുള്ള ഒരു പാത്രമാക്കി മാറ്റപ്പെടുവാനിടയായി. അതുകൊണ്ടാണ് കൊലോസ്യ വിശ്വാസികളോട് പറയുന്നത്, എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന വ്യാപാര ശക്തി നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരപ്പെടേണ്ടതിനു വേണ്ടി ഞാൻ പോരാടുന്നു. ഇന്ന് രാത്രി
എത്ര പേര് അതിന് തയ്യാറാണ്? എത്ര പേര് ഇന്ന് രാത്രി അതിന് തയ്യാറാണ്? നിന്നെ ക്രിസ്തുവിന്റെ മുൻപാകെ തികഞ്ഞവനാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ വ്യാപാര ശക്തിക്ക് നീ ഉടമയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതാണ് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പത്രോസ് മേൽ വ്യാപരിപ്പാനിടയായത്. തള്ളിപ്പറഞ്ഞ പത്രോസ്, അകന്ന് നടന്ന പത്രോസ്, അറിയത്തിൽ പറഞ്ഞ പത്രോസ്, പ്രാഗിയ പത്രോസ്, നാളിൽ അവന്റെ മേൽ ആത്മാവ് ബലത്തോട് വ്യാപരിച്ചു. അവൻ ആൾ മാറി. അവന് കൊടുത്ത ദൈവിക ജ്ഞാനത്തോടും വിവേകത്തോടും പരിജ്ഞാനത്തോടും ലോകത്തിന്റെ ജ്ഞാനികൾക്ക് തപ്പിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവനെ മറ്റുള്ളവരുടെ മുമ്പാകെ തികഞ്ഞവനാക്കി തീർത്തു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനെ ഹല്ലേലൂയ എല്ലാവർക്കും കൊള്ളാവുന്നവനാക്കി മാറ്റി. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ സഹോദരിമാരെ, മാതാപിതാക്കളെ, എന്നെ ഒന്നിനും കൊള്ളത്തില്ല? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നിൽ ആ ബലത്തോട് വ്യാപാര ശക്തി ഒന്ന് വ്യാപരിച്ചു കഴിഞ്ഞാലുണ്ടോ എല്ലാവർക്കും നീ കൊള്ളാവുന്നവരായി മാറപ്പെടുവാനിടയാണ്. ഇന്ന് രാത്രി ചിലരുടെ മേൽ അത് വീഴാൻ പോവുകയാണ്. ചിലരുടെ മേൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നവരുടെ മേൽ ഇത് വ്യാപരിക്കും. സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ബലത്തോട് വ്യാപരിക്കുന്ന വ്യാപാര ശക്തി. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എത്ര ഒരു വാക്കിലൂടെ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ ഇടപെടുന്നത് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 21 ഞാൻ വായിക്കുന്നു. സമയം മുൻപോട്ട് പോയതുകൊണ്ട് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന വ്യാപാര ശക്തി. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒന്നുകൂടെ പറയുന്നു, നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷക്തന്മാരെ ചെയ്യുവാൻ കഴിയുന്ന നിങ്ങളത് പറഞ്ഞേ, ചെയ്യുവാൻ കഴിയുന്ന സമയം മുൻപോട്ട് ചെയ്യുവാൻ കഴിയുന്ന ശക്തി ഇന്ന് രാത്രികാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. അവന്റെ ആത്മാവിന്റെ അളവ് നിങ്ങൾ പറയാണ്. അത് അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. പത്രോസിൽ വ്യാപരിച്ചു, അതെന്നിൽ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധനായ ഇന്ന് രാത്രികാലം ഈ അഭിഷക്ത കൂട്ടത്തെ ഇതിന്റെ മുൻപാകെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ കുടുംബം, ഇന്ന് രാത്രിയിൽ സൂമിൽ പങ്കുചേർന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും യോഗ്യക്കാരെയും സഹോദരിമാരെയും സഹോദരന്മാരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ആഴങ്ങളിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അവിടുന്ന് സഹായിക്കണമേ. കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നു, ശുശ്രൂഷകളെ ബ്ലസ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ അവരെ യേശുവിന്റെ നാമത്തിൽ നിന്റെ സൗഖ്യത്തിന്റെ കരം ഇപ്പോൾ അവിടെ വ്യാപരിക്കപ്പെടട്ടെ. അവരെ കെട്ടുകൾ അഴിഞ്ഞു മാറിപ്പടകട്ടെ. സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത വെളിപ്പെടുമാറാകട്ടെ. ഞെരുക്കം അനുഭവിക്കുന്നവർ ഞെരുക്കങ്ങൾ മാറിപ്പോകപ്പെട്ട് ഈ ദിവസങ്ങൾ ഈ വചനത്തിന്റെ അനുഗ്രഹങ്ങൾ, ഈ വചനത്തിന്റെ വിടുതലും, ഈ വചനത്തിന്റെ സന്തോഷം, ഈ വചനത്തിന്റെ ആനന്ദം നിന്റെ നാമത്തിൽ ഈ വചനത്തിൽ കൂടി നിന്റെ മക്കളുടെ മേൽ കൈമാറി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. കർത്താവ് പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിന്റെ ദാസന് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ സ്തോത്രം. നിങ്ങളെ ഇങ്ങനെ കാണുവാനും ഇങ്ങനെ പരിചയപ്പെടുവാനും ദൈവം അവിടെ നിലയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പരസ്പരം ഓർത്ത് പ്രാർത്ഥിച്ച് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം നമ്മളെ അവിടുന്ന് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഈ തുടർന്ന് നടക്കുന്ന ഈ ശുശ്രൂഷയുടെ 277-ാം ദിവസത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനനിശ്ചയങ്ങൾ വളരെ അധികാരത്തോടെ, അഭിഷേകത്തോടെ, ആത്മനിറവോടെ, പ്രവചന ശബ്ദത്തോടെ, വചന വെളിപ്പാടിൽ ഇന്ന് രാത്രി കൈമാറ്റം ചെയ്ത പ്രിയ പാസ്റ്റർ ലൂയിസ് ജോണിന്റെ നന്ദിയെ വ്യക്തിപരമായ പേര് സഭയുടെ പേര് അറിയിക്കുകയാണ്. കർത്തദാസനെയും ധാരാളം അനുകരിക്കുമാറാകട്ടെ. തന്റെ ശുശ്രൂഷകളെയും അനുകരിക്കുമാറാകട്ടെ. തന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ധാരാളം അനുകരിക്കുമാറാകട്ടെ. ഒരു ദിവസത്തിൽ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കൈവർക്കാം. ഹല്ലേലൂയ. ദൈവം വലിയ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. ദൈവ മക്കളെ, ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവം സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം.
അതേ ഹല്ലേലൂയ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞത്. വ്യാപരിക്കുന്ന ശക്തി അത് ഹല്ലേലൂയ പത്രോസിന് വ്യാപരിച്ചു, അതുപോലെ തന്നെ ഹല്ലേലൂയ പൗലോസിന്റെ മേൽ വ്യാപരിക്കുന്നു എന്ന് നമുക്ക് ഈ രാത്രി കേൾപ്പാൻ കഴിഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. അതെ സ്തോത്രം ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാണ് അത് വ്യാപരിക്കുന്നത് എന്ന് കേൾപ്പാൻ കഴിഞ്ഞു. സ്തോത്രം. ഏത് ഹല്ലേലൂയ അതേ പ്രതിസന്ധികളുടെ പിറകിലും ഹല്ലേലൂയ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ കുറിച്ച് നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞു. പക്ഷേ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആ അളവറ്റ വലിപ്പം കൊണ്ട് നമുക്കെതിർ നിൽക്കുന്ന സകല അന്ധകാര വ്യാപാര ശക്തികളെ ജയിപ്പാൻ, അതിനെ കീഴടക്കുവാൻ കഴിയുമെന്നും രാത്രികാലം കേൾപ്പാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ഒരു അസാധാരണ ശക്തിയാണ്, ഉയരത്തിലുള്ള ശക്തിയാണ്. ഹല്ലേലൂയ. അതേ അതിനു മുമ്പിൽ മറ്റൊരു ശക്തി നിൽപ്പാൻ കഴിയത്തില്ല. രാത്രികാലം അത് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ അതേ നേരോടെ നിൽപ്പാൻ ഇടയാകണം. അതേ ആ വ്യാപരിക ശക്തിയാണ് ഹല്ലേലൂയ നമ്മെ പെർഫെക്റ്റ് ആക്കുന്ന, പൂർവ്വത്തിലേക്ക് യോഗ്യന്മാരാക്കുന്ന ദൈവിക ശക്തി. ആകയാൽ രാത്രിയുടെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വചനത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ചും അതേ ഹല്ലേലൂയ അതേ വിടിവിക്കപ്പെടേണ്ട തലങ്ങളെ കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിടയാത്തുന്നല്ലോ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഏതെങ്കിലും കീഴ്പ്പെടുത്തുന്ന അന്ധകാര ശക്തി ഉണ്ടെങ്കിൽ അവയുടെ മേൽ ഒരു ജയം ഹല്ലേലൂയ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് രോഗത്തിന്റെ മേൽ, ഭാരത്തിന്റെ മേൽ, പൈശാചിക അന്ധകാര വ്യാപാര ശക്തികളുടെ മേൽ അതേ ഹല്ലേലൂയ ഒരു ദൈവിക വിടുതൽ ഇന്ന് രാത്രി ദൈവം അയച്ചിരിക്കുന്നല്ലോ. ആകയാൽ വിടുതലെടുക്കാം, ആ സൗഖ്യം ഏറ്റെടുക്കാം, ആ സ്വസ്ഥമൊക്കെ ഏറ്റെടുക്കാം, അത് നിത്യതയ്ക്കായി ഒരുങ്ങുക, അതിനെ പ്രത്യാശയ്ക്ക് ഒരുങ്ങെടുക്കാം. ഹല്ലേലൂയ. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരം നമ്മിൽ വ്യാപന ശക്തിയാൽ കഴിയും എന്ന ഉറപ്പോടെ ധൈര്യത്തോടെ കടന്നുപോയിടാകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥികളെ കേൾപ്പിക്കാം. സ്വർഗീയ പിതാവേ, മനസ്സുദൈവമേ, തിരുമുമ്പിൽ നിങ്ങൾ കൂടി വന്ന സമയം ഇതുവരെ പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാൻ ഞങ്ങൾക്കിടയാക്കി. രാത്രി അവിടുത്തെ വിലപ്പെട്ട കൂടി കേൾപ്പിച്ച അവിടുത്തെ മാറ്റമില്ലാത്ത വരുന്നായി സ്തോത്രം. ഒരു അസാധാരണ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു, വ്യാപരിക്കുന്നു ശക്തിയാണെന്നുള്ള ഉറപ്പ് രാത്രി ഒരിക്കൽ കൂടെ കേൾക്കുവാനും ഹല്ലേലൂയ അതേ ആ ശക്തിയുടെ വ്യാപരി ശക്തിയുടെ മുന്നിൽ താവേ മറ്റൊരു അന്ധകാര ശക്തി നിൽപ്പാൻ കഴിയത്തില്ല എന്നും അതേ ഹല്ലേലൂയ അവ കീഴ്പ്പെട്ടേ മതിയാകത്തുള്ളൂ എന്നും അതേ ഹല്ലേലൂയ ഇന്ന് രാത്രി ഞങ്ങൾ കേൾപ്പടയാക്കി. കർത്താവെ, ആ വചനത്തിന്റെ കേൾവി കർത്താവെ പ്രാപിച്ച ഇതിന്റെ മക്കളെ എല്ലാ തിരുകളെ കേൾപ്പിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സൗഖ്യമാക്കേണ്ടവരെ ഇന്ന് രാത്രി പരിശുദ്ധാൽ സൗഖ്യമാക്കാനായി സ്തോത്രം. കെട്ടുകൾ അഴിയേണ്ടത് കർത്താവിന്റെ ശബ്ദം കേൾപ്പിനായി സ്തോത്രം. താവേ രോഗ കിടക്കയുടെ മേൽ ഈ ശബ്ദം കേൾപ്പിനായി സ്തോത്രം. ഹോസ്പിറ്റൽ കിടക്കകളിൽ ഈ ശബ്ദം കേൾപ്പിനായി സ്തോത്രം. താവേ പ്രതികൂല നടുവിൽ, താവേ കാരാഗര നടുവിൽ ഹല്ലേലൂയ അതേ കൂരിൽ താഴ്വരയിൽ ഹല്ലേലൂയ മരുഭൂമിയുടെ ഏകാന്തതകളിൽ താവേ ഹല്ലേലൂയ താവേ മുന്നേറാൻ കഴിയാതെ കിടക്കുന്ന ആത്മീക ഭൗതിക വിഷയങ്ങളുടെ മേൽ മുന്നേറാൻ കഴിയാതെ കിടക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഈ ശബ്ദം താവേ അതിവേഗം വായിച്ചിരിക്കുക. സ്തോത്രം പിതാവേ, അത് വിടുതലും ശക്തിയും വ്യാപാരമായി തിരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി ദൈവം സംസാരിക്കാൻ വിലപ്പെടുത്തനായി സ്തോത്രം. താവേ കുടുംബത്തിനായി ശുശ്രൂഷകൾക്കായി സ്തോത്രം. പിന്നെയും അധികാരത്തോടെ, അഭിഷേകത്തോടെ, ആത്മനിറവോടെ, നിശ്ചയത്തോടെ ഓടുവാൻ ാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹമായി കൽപ്പിച്ചല്ലോ. ഇന്ന് രാത്രി ഈ മീറ്റിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇതിന് റെക്കോർഡിംഗ് മെസ്സേജുകൾ കേൾക്കുന്ന ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഇതൊരു അനുഗ്രഹ വിഷയമായി തിരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി കൂട്ടമയ്ക്കായി സ്തോത്രം. പരസ്പരങ്ങൾ പുരിയട്ടെ, കൃപ ഞങ്ങളെ കാക്കണം. മുഴുവകത്ത് അങ്ങയ്ക്ക് താഴെ ദിവസങ്ങൾ മീറ്റുകളെല്ലാം അനുഗ്രഹമായി കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാതൊരു കേട്ടായി സ്തോത്രം. സർവ്വമടികൾക്കായി ജന്മച്ച ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവോ നീ കേട്ട് ഉത്തരം തരുമാറാകണം. നല്ല പിതാവേ, ആമേൻ ആമേൻ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസം ഇപ്പോഴും നാം ഓർത്ത് പ്രാപ്തി സാല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും ഇനിയും തമ്മിൽ കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ പ്രിയ പാസ്റ്റർ ലോയിസിനോട് നന്ദിയെ ഈ തന്നെ അറിയിക്കുന്ന ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തന്നെ വിലപ്പെട്ട സമയങ്ങൾ നമുക്കായി വേർതിരിച്ച് ഈ മീറ്റിൽ പങ്കെടുപ്പിടയാത്തുന്നത് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിക്കാലം അതുപോലെ തന്നെ ഈ മീറ്റിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസി ദാസന്മാരോടും ഹല്ലേലൂയ സഹോദരി സഹോദരന്മാരുടെ കുഞ്ഞുങ്ങളോടും നന്ദിയും
ഈ അറിയിക്കുന്നത് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം നമുക്ക് പ്രാർത്ഥന ഓർക്കാം. അതുകൊണ്ട് നാളെ ഇതേ സമയം നമുക്ക് മീറ്റിംഗ് ഉണ്ട്. 8:30 തന്നെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. ദൈവം അനുവദിച്ചാൽ പാസ്റ്റർ രാജൻ വിക്ടർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യും. ഹല്ലേലൂയ. സുപരിചിതനായ പാസ്റ്റർ ആശാരി ഉപദേശിയുടെ ഇളയ മകൻ പാസ്റ്റർ രാജൻ വിക്ടർ നാളെ നമ്മോടൊപ്പം ജോയിൻ ചെയ്യും. ദയവായി എല്ലാവരും പ്രാർത്ഥനയോടെ ഈ മീറ്റിൽ പങ്കെടുക്കണം. സ്നേഹിതരെയും പ്രിയപ്പെട്ട ലിങ്കുകൾ അയച്ചു കൊടുത്ത് ഈ മീറ്റിൽ സ്വാഗതം ചെയ്യണം. ഞങ്ങളെ അതിനായി സ്വാഗതം ചെയ്യുന്നത് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബലത്തോടെ പോക എന്ന് പറഞ്ഞ അതേ ആത്മാവിനാൽ നമ്മുടെ ഭവനങ്ങളായിരിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്.